ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. പുതിയ തല്ലിന്റെ കണക്ക് ചോദിച്ചപ്പോൾ മുൻ സർക്കാരുകളുടെ കാലത്തെ കണക്കുകളുമായിട്ടാണ് മുഖ്യമന്ത്രി ഇന്നലെ സഭയിലെത്തിയത്. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ തുടങ്ങി കേരളം കണ്ട കാക്കി ക്രൂരതയ്ക്ക് എണ്ണമിട്ട് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് പോലീസ് തന്നെ നൽകിയ വിശദീകരണമാണോ എന്ന് സംശയിക്കേണ്ടി വരും. അടികൊണ്ടു മരിച്ച ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയുടെ കാര്യത്തിലും സുജിത്തിന് സ്റ്റേഷനിൽ കിട്ടിയ നടയടിയുടെ കാര്യത്തിലും അത് വ്യക്തമായിരുന്നു. UDF കാലത്തെ മാറാടും ശിവഗിരി ആക്രമണവും മുത്തങ്ങിയും എടുത്തു പറഞ്ഞായിരുന്നു പ്രതിരോധം. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ നിന്നും 21 വർഷം മുൻപ് വിരമിച്ച AK ആന്റണിയെയും വാർത്താസമ്മേളനത്തിന് നിർബന്ധിതനാക്കി. ശിവഗിരിയുമായി തനിക്കുള്ള ബന്ധം വിശദീകരിച്ച AK ആന്റണി കോടതി ഉത്തരവ് വിശദീകരിച്ചും മുത്തങ്ങിയിലെ കേന്ദ്ര ഉത്തരവ് വിശദീകരിച്ചും മറുപടി നൽകി. നിയമസഭാ കവാടത്തിൽ സനീഷ് കുമാർ ജോസഫ് MLAയും AKM അഷ്റഫ് MLAയും അനിശ്ചിതകാല സത്യഗ്രഹം തുടരുമ്പോൾ പിണറായിക്ക് മറുപടിയോ എന്നതാണ് ചോദ്യം. അടൂരിൽ മരിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ജോയലിന്റെ അച്ഛൻ ചർച്ചയിലുണ്ട്. KK ജോയ്ക്കുട്ടി, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ മുസ്ലിം ലീഗ് പ്രതിനിധി, ഡോക്ടർ VPP മുസ്തഫ CPM പ്രതിനിധി, ദാമോദർ പ്രസാദ് രാഷ്ട്രീയ നിരീക്ഷകൻ, ജോർജ് പുടിപ്പാറ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണുള്ളത്. ആദ്യം ഞാൻ ജോയലിന്റെ അച്ഛനിലേക്ക് പോവുകയാണ്. ശ്രീ ജോയ്ക്കുട്ടി, ഇന്നലെ മുഖ്യമന്ത്രി സഭയിൽ പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയ മറുപടിയിൽ ജോയലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് ജോയലിന് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ മരിച്ചു എന്നുള്ളതാണ്. അങ്ങും കുടുംബത്തിലെല്ലാവരും അത് നിഷേധിക്കുന്നുണ്ട്. പോലീസ് ആക്രമണത്തിൽ ആണ് ആ മരണം എന്നെങ്ങനെയാണ് അങ്ങ് വിശദീകരിക്കുന്നത്? ആദ്യമായിട്ട് പറയട്ടെ, മുഖ്യമന്ത്രി പറഞ്ഞതിനകത്ത് ഞാൻ യോജിക്കുന്നില്ല. പോലീസ് എഴുതി കൊടുത്ത ഒരു റിപ്പോർട്ട് നിയമസഭയിൽ മുഖ്യമന്ത്രി വായിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ കണ്ണുമുമ്പിലും എൻ്റെ സഹോദരിയുടെയും എൻ്റെ ഇളയ മകൻ്റെയും മുമ്പിലിട്ടാണ് അടൂർ പോലീസ് സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിച്ച് എൻ്റെ മകനെ. അതിന് ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് 3 പ്രാവശ്യം പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ താപ്പോട്ട് വന്ന പോലീസുകാർ മറുപടി മുഖ്യമന്ത്രിക്ക് കൊടുത്തത് വായിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ മകനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരു 2020 ജനുവരി 1-ാം തീയതി വൈകിട്ട് 4:30 മണിക്ക് ഒരു വണ്ടി തട്ടി ഒരസ്യെ സംബന്ധിച്ച് അതിന് ഒരു പിന്നെ 2 വണ്ടികൾ തമ്മിലാണ്, അല്ലാതെ അവിടെ ഒരു പ്രശ്നം നടന്നില്ല. അവിടെ ഒരു അഗാധമായ പ്രശ്നങ്ങൾ ഒന്നും നടന്നില്ല. 2 കൂട്ടരെ എൻ്റെ മോനെ അത് ചോദ്യം ചെയ്തു. എന്തിനാ എൻ്റെ വണ്ടിയുടെ മുമ്പിൽ പുറകെ കൊണ്ട് തട്ടിയെന്ന് ചോദിച്ചതേ ഉള്ളൂ. അപ്പോഴാണ് ആ വണ്ടിക്കകത്തിരുന്നത് ഒരു പട്ടാളക്കാരനായിരുന്നെന്ന് അവനറിയില്ല. അവൻ ചോദ്യം ചെയ്തതിനകത്ത് ആ പട്ടാളക്കാരൻ അവനെ അടിച്ചു. അപ്പോൾ എൻ്റെ സഹോദരി അവിടെ ഉണ്ടായിരുന്നു, ഒരു ചെറിയ കച്ചവടമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അടിച്ചവർ 2ാമത്തെ അടിക്ക് എൻ്റെ സഹോദരി പറയുന്നുണ്ട് തൊട്ടുപോകരുതെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഹോൺവാർഡ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞ് എൻ്റെ മോൻ്റെ വണ്ടി മാത്രം കൊണ്ടുപോകാൻ മോനെയും കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ അതല്ല 2 പേരെയും കൊണ്ടുപോകണമെന്ന് എൻ്റെ സഹോദരി പറഞ്ഞു. അങ്ങനെ 2 പേരെയും എൻ്റെ മകനെയും ആ പട്ടാളക്കാരൻ്റെ കാറും എൻ്റെ മോൻ്റെ കാറും ഈ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ ഇളയ സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ മോനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ശരി, ഞാൻ ഉടൻ തന്നെ ഞാനും എൻ്റെ ഇളയ മോനും കൂടെ അടൂർ പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ അവൻ ആ ബെഞ്ചിൽ ഇരിപ്പുണ്ട്. നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. ആ ബെഞ്ചിലിരിക്കുന്നവന് ഞാൻ ഡ്യൂട്ടിയിലിരുന്ന പറവുകാരനായ പോലീസുകാരനോട് ചോദിച്ചു, സാറേ എന്താണ് കേസ്? പറഞ്ഞൊരു വണ്ടി ഉരസിയ കേസാണ്. ആ ഉരസിയ കേസിൽ ഇപ്പോൾ ഒരു പെറ്റി കൊടുത്ത് പറഞ്ഞു വിട്ടേക്കാമെന്ന് പറഞ്ഞു. ശരി സാറേ എന്ന് പറഞ്ഞു. അവിടെ ഞാൻ നിൽക്കുമ്പോഴാണ് ഈ ഡ്യൂട്ടിയിലിരിക്കുന്ന ആ പാറവുകാരൻ പോലീസുകാരൻ ഒരു ഫോൺ വരുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു CA വന്നിട്ട് വിടാൻ ഒക്കെയുള്ളത്. ഓ ശരി സാറേ, ഞാൻ CA വന്നിട്ട് അവൻ ശരിയാ വിട്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാനും അവിടെ നിന്ന്, എൻ്റെ സഹോദരി അവിടെ നിന്നു, എല്ലാവരും അവിടെ നിന്നു. ഈ പറയുന്ന അടൂരെ പ്രാദേശിക ഒരു നേതാവ് അർഷൻ എന്ന് പറഞ്ഞ ആ വ്യക്തിയെ എൻ്റെ സഹോദരി 4 പ്രാവശ്യം ഫോണിൽ വിളിച്ചിട്ടുണ്ട്. വിളിച്ച് പറഞ്ഞു ഇതുപോലെ മോനെ കൊണ്ട്, അവരുടെ പാർട്ടിക്കാരായതുകൊണ്ടാണല്ലോ വിളിച്ച് പറഞ്ഞത്. വിളിച്ച് പറഞ്ഞിട്ട് അപ്പോൾ വിളിച്ച് പറയാമെന്ന് പറഞ്ഞല്ലാതെ ഒരു നടപടി എടുത്തില്ല. അതിന് ശേഷം ഈ CA 7:30 മണിയായപ്പോൾ വന്നിട്ട് എൻ്റെ മകനെ ഇവിടെ ഊതറാന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ നല്ല ഫേമസ് ഉള്ള, കാരണം പാർട്ടിക്കാരനായതുകൊണ്ട് ഈ പറയുന്ന സർക്കിളുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു. അത് വെച്ച് അവൻ എണ്ണിച്ച് വന്നിട്ട് പറഞ്ഞു സാറ് വന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാം അവിടെ നിൽക്കുവാണ്. അപ്പോൾ ഈ CA ഊതടാന്ന് പറയുന്നു. അവൻ പറഞ്ഞു ഞാൻ മദ്യപിക്കുന്ന ഒരാളല്ല. ശരിയാണ്, എൻ്റെ മകൻ മദ്യപിക്കുന്നതിനല്ല, എനിക്കറിയാം എൻ്റെ മകനെ, അപ്പോൾ ഞാൻ വളർത്തിയത് എനിക്കറിയാം, അതുകൊണ്ട് അവൻ മദ്യപിക്കുന്നതിനല്ലെന്ന് എനിക്കറിയാം. അവൻ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. ആദ്യം അവൻ SFIയിലായിരുന്നു, അത് കഴിഞ്ഞ് അവൻ DYFലായി. DYF അടൂരിലെ മേഖലാ സെക്രട്ടറി ആയാണ് അവന്.
അവനും പാവങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയാണ്. ക്രൂരമായി മർദ്ദിച്ചെന്ന് പറഞ്ഞാൽ ക്രൂരമായി മർദ്ദനം. ഇതുവരെ മർദ്ദിച്ച് എൻ്റെ സഹോദരി സാറേ ഒന്നും ചെയ്യല്ലെന്ന് പറഞ്ഞപ്പോൾ അതിനെ വേറെ അമ്മാർ ഷൂ ഇട്ട് ചവിട്ടി അവിടെ മൂത്രം പോയി. അപ്പോൾ അവിടെ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ഒരു സുജാത എന്ന് പറഞ്ഞ ഒരു ASI പറയുന്നത് നിങ്ങൾ എന്തിനാണ് ഈ ക്രൂരത ചെയ്യുന്നതെന്ന് അവർ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി പിന്നെ എന്തർത്ഥം വെച്ചാണ് ഇത് പറയുന്നത്? മുഖ്യമന്ത്രി ഉത്തരവിടട്ടെ, ഇവിടെ സംഭവം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഉത്തരവ് ഇട്ടാൽ മതി. അപ്പോൾ അറിയാമല്ലോ അവിടെ ഈ സംഭവം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ആരെയാണ് പേടിക്കുന്നത്? ഈ പറയുന്ന എൻ്റെ മകനാണ് പോയത്. ഈ പാർട്ടിക്ക് വേണ്ടി 16 വയസ്സ് മുതൽ ഇത് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണല്ലേ? CCTV ഒക്കെ ഉണ്ടാകും, CCTV യിൽ പതിഞ്ഞിട്ടുണ്ടാകും ഈ ദൃശ്യങ്ങൾ അല്ലേ? ഉണ്ടാവും. ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്. നേരെ കയറി ചെല്ലുന്ന ഫ്രണ്ടിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. എൻ്റെ മോനെ പിന്നെ ഒരു റൂമിലും കൊണ്ടുപോയില്ല, യാതൊരു അടുത്തും കൊണ്ടുപോയില്ല. കയറി ചെല്ലുന്ന ഫ്രണ്ടിൽ ഈ ലോക്കപ്പ് ഉള്ള സ്ഥലത്ത് തന്നെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. എന്നിട്ട് ഈ വിജു എന്ന് പറഞ്ഞ കടമ്പനാട്ടുകാരൻ പാണ്ഡ്യത്തെ വീട്ടുപേരുള്ള ആ വ്യക്തി എൻ്റെ മോനെ ഇടിക്ക് കണക്കും കയ്യിൽ. എന്നിട്ട് പിടിച്ച് സെല്ലിനകത്ത് എറിഞ്ഞ് അവൻ്റെ പല്ല് വരെ താഴെ വീണിട്ടുണ്ട്. പിന്നെ എന്ത് ചോദ്യം വെച്ചാണ് പറയുന്നത്? അതുപോലെ തന്നെ മുഖ്യമന്ത്രി പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമാണ്. ഈ അടൂർ ഒറ്റപ്പെട്ട സംഭവമല്ല നടന്നിരിക്കുന്നത്. ഈ സ്റ്റേഷനിൽ തന്നെ എൻ്റെ മോൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു പിന്നെ ആഷ്മി എന്ന് പറഞ്ഞ ഒരു പയ്യനെ, അതും DYF പയ്യനാണ്, ആ പയ്യനെ അതിൻ്റെ അനിയനെയും കൂടെ അതിനകത്തിട്ട് ഇടിച്ച് നാശമാക്കി ബഹുമാനപ്പെട്ട അടൂർ കോടതി നേരിട്ട് കേസെടുത്ത സംഭവം ഉണ്ട് അതിനകത്ത്. എന്നിട്ട് അയാൾ ഈ വിജു എന്ന് പറഞ്ഞ സർക്കിൾ പറയുന്നുണ്ട്, അയാൾ ഫോൺ വിളിച്ചിട്ട് അതിൻ്റെ റെക്കോർഡും വെളിവിട്ടിട്ടുണ്ട്. അത് പറയുന്നുണ്ട് എന്നെ രക്ഷിക്കണം, ഞാൻ നിരപരാധിയാണെന്ന്. ആ വിജു പറയുന്നു. എൻ്റെ മോൻ്റെ സംഭവം കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ ഞങ്ങൾ കാർ എടുക്കാൻ ചെന്നപ്പോൾ, പിന്നെ ജാമ്യത്തിലെടുക്കാൻ ചെന്നപ്പോൾ എന്നെ എൻ്റെ മകനോട് വിളിച്ചിരുത്തി അയാളുടെ റൂമിൽ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു ഞാൻ നിരപരാധിയാണ്, എന്നെയും കൊണ്ട് ചെയ്യിപ്പിച്ചാന്ന്. ഞാൻ ചോദിച്ചു, സാറേ ഞാനും ഒരു സർക്കാർ ജീവനക്കാരനായിരുന്നു, നിങ്ങൾ പറയൂ ആരാന്നുള്ളത്. അപ്പോൾ പറഞ്ഞു ഞാൻ സർവീസിലിരിക്കുന്നതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സംഭവം നടന്ന് ഞാൻ ആർക്കൊക്കെ പരാതി കൊടുത്തു? ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്തു, നിയമസഭയിൽ കൊടുത്തു, പിന്നെ AKG സെൻറ്ററിൽ കൊടുത്തു, ഇവിടെ പാർട്ടി ഓഫീസിൽ കൊടുത്തു, പത്തനംതിട്ട SP-ക്ക് കൊടുത്തു, മറുപടി കിട്ടിയില്ലേ? എനിക്ക് എല്ലാത്തിനും ഇവർ മറുപടി ആശുപത്രി പ്രവേശിച്ചതെന്ന് പറഞ്ഞാൽ അവന് നിരന്തരമായി അസുഖങ്ങളായിരുന്നു. ആ ഇടി കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് മൂലം ചികിത്സ നടത്തിയിട്ടുണ്ട്. എത്ര ദിവസത്തിനകമാണ് ഈ മരണം സംഭവിക്കുന്നത്? എൻ്റെ കുഞ്ഞിന് എണ്ണിച്ച് നടക്കാൻ വയ്യാത്ത സ്ഥിതിയായിപ്പോയി. അങ്ങനെയാണ് ഈ മരണം സംഭവിക്കുന്നത്. അതും പോട്ടെ, മരണം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ കോട്ടയം മെഡിക്കൽ ഞാൻ പിന്നെ ഇദ്ദേഹത്തിന് പരാതി കൊടുത്ത്, പിന്നെ RDOയ്ക്ക് പരാതി കൊടുത്ത് RDO വന്നതിന് ശേഷമാണ്, അതിൻ്റെ റെക്കോർഡ് തന്നതിന് ശേഷമാണ് ഞാൻ കോട്ടയത്തിലേക്ക് ആശുപത്രി വിട്ടത്. കോട്ടയം മെഡിക്കൽ കോളേജ് ഞാൻ എന്നോട് പോലും ചോദിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് അവിടെ നിന്നൊരു പോലീസുകാരൻ പറയാം അറ്റാക്കായിരുന്നു, സൈലൻ്റ് അറ്റാക്കാന്ന്. ഈ പോലീസുകാരൻ അങ്ങനെ അറിയാം സൈലൻ്റ് അറ്റാക്കാന്ന്? ഡോക്ടറാണെന്നോ ഈ പോലീസുകാരൻ? എന്നോട് ചോദിച്ച ഒരു പിതാവിനോട് ചോദിച്ചതാണ്. ആ പോലീസുകാരൻ പറയാണ് അയാൾ ഡോക്ടറാണ്, അയാൾ പോലീസ് ജോലിയല്ലേ അയാൾ ചെയ്യേണ്ടത്? അയാൾ പോലീസുകാരൻ, പോലീസിൻ്റെ ജോലിയാണ്, ഡോക്ടറുടെ ജോലിയാണ്. ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറയണമായിരുന്നു ഇത് സൈലൻ്റ് അറ്റാക്കാന്ന്. അദ്ദേഹം പോലും അയാളെ എന്നെ കാണിച്ചത് പോലും ഇല്ല. എന്നിട്ട് എനിക്ക് ബോഡി തന്നു, ഞാൻ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നപ്പോൾ പാർട്ടി ഇപ്പം ഒരു ചാനലിൽ ഇരുന്നുകൊണ്ട് ഈ ഇവിടുത്തെ പ്രാദേശിക നേതാവായ മനോജ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഒരു നേതാവ് പറയുന്നു എൻ്റെ മോൻ 2013 പാർട്ടിയിൽ നിന്ന് പുറത്ത് കളഞ്ഞ ആളാന്ന്. ഈ പാർട്ടിയിൽ നിന്ന് പുറത്ത് കളഞ്ഞ ഒരു വ്യക്തി 2020 മെയ് മാസം 22-ാം തീയതി മരിക്കുമ്പോൾ ഇവരുടെ പാർട്ടി ചിഹ്നമുള്ള പതാക പുതപ്പിച്ച് എന്തിന്? അതാണ് എൻ്റെ ചോദ്യം. എന്തിന്? പിന്നെ വലിയ പോസ്റ്റ് എന്തിനാ അവർ അവിടെ അടൂർ വെച്ചെന്തിനാ? ആതിരാഞ്ചിൽ വെച്ച് DYF അടൂർ മേഖലാ സെക്രട്ടറി എന്ന് പറഞ്ഞ് എന്തിനെഴുതി വെച്ചു ഇവൻ? എന്നിട്ട് എന്തിനും ഇവർ ഈങ്കല വിളിച്ചു അവിടെ ഈ മരണ സമയത്ത്. അപ്പം ഞങ്ങളുടെ പിന്നെ മാതാപിതാക്കളെയും അതിൻ്റെ അനുജനെയും അവിടെ വന്ന ജനങ്ങളെയും കണ്ണി പൊടിയിടാൻ വേണ്ടിയാണ് ഈ CPM പാർട്ടികൾ നടത്തിയിരിക്കുന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. അവൻ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരു വ്യക്തി, പിന്നെന്തിനാണ് ഇവരിതിങ്ങനെ ചെയ്തത്? അപ്പം മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാം? ഉത്തരവിട്ടുകൂടാം? അതാണ് എൻ്റെ ചോദ്യം. മുഖ്യമന്ത്രി ഉത്തരവിട്.
എനിക്ക് വിഷൽ തരട്ടെ, ഞാൻ ബഹിരാശം വെച്ചിരിക്കുവാണ്, എനിക്ക് തരട്ടെ അവരെ. ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചു, 3-4 പ്രാവശ്യം ഞാൻ ബഹിരാശം ചോദിച്ചു, ഇവരെനിക്ക് തന്നില്ല. ഇപ്പോഴും ഞാൻ വീണ്ടും വെച്ചിരിക്കുവാണ്. PPP മുസ്തഫ മറുപടി നൽകാം ശ്രീ ജോയ്കുട്ടിക്ക്. ശ്രീ ജോയ്ക്കുട്ടിയുടെ മകൻ മരിച്ചതിൽ തീർച്ചയായിട്ടും ഇവിടെ പറയുന്നത് പോലെ സംഭവിച്ചിട്ടാണ് മരിച്ചതെങ്കിൽ, അല്ലാതെ തന്നെ ഏത് മരണം നടന്നാലും നമുക്ക് ഖേദകരമാണ്. ഈ പറയുന്നത് പോലെയുള്ള മരണമാണെങ്കിൽ തീർച്ചയായിട്ടും ഖേദകരമാണ്. എനിക്ക് അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് അറിയില്ല. നിങ്ങൾ എന്നോട് ഈ ചർച്ച സംഘടിപ്പിക്കുമ്പോൾ ആൻ്റണിയുടെ പത്രസമ്മേളനം അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ അടൂരിലെ ഒരു മരണം, അദ്ദേഹത്തിൻ്റെ പിതാവ് ഉണ്ടാകും പാനലിൽ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ വിവരം എനിക്ക് ശേഖരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇദ്ദേഹം തീർച്ചയായിട്ടും ജോയ്ക്കുട്ടി അദ്ദേഹത്തിൻ്റെ മകൻ്റെ തീർച്ചയായിട്ടും ആ കുടുംബത്തിനും അവിടുത്തെ പാർട്ടിക്കുമെല്ലാം വലിയ ഖേദമുണ്ടാക്കിയിട്ടുള്ള മരണത്തെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ എനിക്കറിയില്ല. തീർച്ചയായിട്ടും പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ടാവുമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടാവുമല്ലോ. അതിൽ പോലീസുകാരൻ പറഞ്ഞ പോലെ സൈലൻ്റ് അറ്റാക്കാണോ, അതല്ല ഇപ്പോൾ ജോയ്ക്കുട്ടി പറയുന്നത് പോലെ മർദ്ദനത്തിൻ്റെ പരിക്കുകളാണോ ആ മരണത്തിലേക്ക് നയിച്ചത് എന്നെല്ലാം വ്യക്തമായിട്ടുണ്ടാകും. ഇതൊന്നും നമ്മുടെ നാടിപ്പോൾ വെള്ളരിക്കാ പട്ടണമൊന്നും അല്ലല്ലോ. അതെ, അതാണ് ശ്രീ VPP മുസ്തഫ. വേണമെങ്കിൽ തെളിയിക്കാൻ നിമിഷ നേരം കൊണ്ട് തെളിയിക്കാവുന്ന കാര്യമാണ്. കാരണം പോലീസ് സ്റ്റേഷനിൽ കയറുന്ന മുറിയിൽ തന്നെയാണ് ഈ ആക്രമണം മുഴുവൻ നടന്നെന്ന് അച്ഛൻ പറയുകയാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയാൽ അറിയാം എങ്ങനെയാണ് ആ പയ്യനെ തല്ലിച്ചതച്ചത് എന്ന് നമുക്ക് അറിയാൻ കഴിയും. അത് അച്ഛൻ സാക്ഷ്യപ്പെടുത്തുന്നു, അവരുടെ മുന്നിൽ വെച്ചാണ് ഉപദ്രവിച്ചതെന്നുള്ളത്. അതിനുശേഷം അസുഖബാധിതനായിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ വെച്ചാണ് മരണം സംഭവിക്കുന്നത്. ഉടനെ അത് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്നൊരു മരണമെന്ന് മുഖ്യമന്ത്രി സഭയിൽ വായിക്കുമ്പോൾ പോലീസ് എന്താണോ പറയുന്നത് അത് വിശദീകരിക്കാൻ ഒരു മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി നമുക്ക് വേണമോ? ഈ പോലീസ് അട്രോസിറ്റി, പോലീസിന്റെ അതിക്രമങ്ങൾ പ്രതിപക്ഷം അടിയന്തരപ്രമേയമായി ഉന്നയിക്കുമ്പോൾ പോലീസ് നൽകുന്ന റിപ്പോർട്ട് വായിക്കുകയല്ലോ ആഭ്യന്തരമന്ത്രി ചെയ്യേണ്ടത്. അതിലൊരു പരിശോധന ഏത് തലത്തിൽ നടക്കുന്നു? ഇപ്പോൾ സുജിത്തിന്റെ കാര്യത്തിൽ സുജിത്തിനെ പോലീസിന്റെ ആക്രമണത്തിൽ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. സുജിത്തിനെതിരെ 11 കേസ് എന്നുള്ളതാണോ മുഖ്യമന്ത്രി പറയേണ്ടത്? 11 കേസ് എന്താണ്? ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അങ്ങേക്ക് എത്ര കേസുണ്ട്? ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുമ്പോൾ എത്ര കേസുണ്ടാകും? ഇനി 11 കേസ് അതല്ലാത്ത കേസാണെന്നിരിക്കട്ടെ, ഇങ്ങനെയാണോ ചെയ്യുക? സുജിത്തിനെതിരായ അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ തൻ്റെ ഭരണകാലത്ത് നടന്ന മർദ്ദനങ്ങൾ ന്യായയുക്തമാണ്. പോലീസ് അങ്ങനെ മർദ്ദനം അഴിച്ചുവിട്ടത് അവരുടെ ക്രമസമാധാന പാലനത്തിന് വേണ്ടിയാണ് എന്ന് സഖാവ് പിണറായി വിജയൻ ഇന്നലെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടോ? പോലീസുകാർക്കെതിരെ നടപടി 144 പോലീസുകാർക്കെതിരെ നടപടിയെടുത്തു. ഇങ്ങനെ നടപടിയെടുത്ത ഏത് സർക്കാരുണ്ട് എന്നൊരു കണക്ക് അങ്ങോട്ട് പറയുമ്പോൾ ഇത്രയും നടപടിയെടുത്തിട്ടും ഇത്രയും ക്രിമിനലുകളായ പോലീസുകാർ പിന്നെയും തുടരുന്നെങ്കിൽ ആ സിസ്റ്റത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. ആ സിസ്റ്റത്തിന് ഭയപ്പെടേണ്ട എന്നൊരു സംവിധാനം അവിടെ നിലനിൽക്കുന്നുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും അത് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തുടരുന്നത്? അപ്പൊ ഇവിടെ കാതലായ വിഷയം അതാണ്. അപ്പൊ നിങ്ങൾ കാണേണ്ടത് ഇവിടെ ഇന്നത്തെ ചർച്ച യഥാർത്ഥത്തിൽ ചില രക്ഷപ്പെടുത്തലുകളാണ്. ഇവിടെ നമുക്കറിയാലോ, ഇന്നലെ വലിയ സംഗതിയായിട്ട് കൊണ്ടുവന്ന എങ്ങനെയാണ് പൊളിഞ്ഞു പോയതെന്ന് നിങ്ങൾ തന്നെ, ഞാൻ പറയുന്നതല്ല. ഇന്നലെ രാത്രി നമ്മുടെ ഈ പതിവ് ചർച്ചകൾ കഴിഞ്ഞിട്ട് നിങ്ങൾ നടത്തുന്ന ഒരു ചർച്ചയുണ്ടല്ലോ, ഈ റിപ്പോർട്ടറിലെ എഡിറ്റേഴ്സ് ഇരുന്ന് നടത്തുന്ന ചർച്ച. ആ ചർച്ചയിൽ നിങ്ങളെല്ലാം നടത്തിയ കൺക്ലൂഷൻ ഇന്നലെ പ്രതിപക്ഷം പൊളിഞ്ഞ് പാളീസായി. ഞാൻ അങ്ങനെ ഒരു കൺക്ലൂഷൻ എത്തിയിട്ടില്ല. ആധികാരികമായി ഇതിൽ മാധ്യമപ്രവർത്തകരുടെ വ്യക്തിപരമായ അഭിപ്രായത്തെയാണ് നിങ്ങൾ ആധികാരികമായി എടുക്കുന്നത്. എല്ലാ കാര്യത്തിലും അത് എടുക്കണം കേട്ടോ. നിങ്ങൾക്ക് സൗകര്യം ഉറപ്പെടുത്താൽ പോരാ. റിപ്പോർട്ടർ ചാനലില് നിങ്ങൾ ഇരുന്ന് പറയണമെങ്കിൽ അതിലെല്ലാവരും, എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അവരവരുടേതായ അഭിപ്രായം പറയുന്ന വേദിയാണ്. അത് ഏകപക്ഷീയമായ ഒരു അഭിപ്രായത്തിൽ നിൽക്കുന്ന ഒരു ചർച്ചയിൽ അങ്ങേക്ക് അറിയാവുന്നതാണ്. നിങ്ങൾക്ക് അതെടുത്ത് ഉപയോഗിക്കേണ്ടി വരുന്ന ഗതികേട് എന്താണ്? നിങ്ങൾ നടത്തിയ ചർച്ച ഗതികേടാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അങ്ങേക്ക് ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ലെങ്കിൽ അങ്ങ് അതിനെ വളച്ചൊടിക്കണ്ട. അങ്ങ് പോലീസിന്റെ വാദങ്ങളാണോ മുഖ്യമന്ത്രി സഭയിൽ വിശദീകരിച്ചത്? അതല്ല, കൃത്യമായി കാര്യങ്ങൾ പരിശോധിച്ച് അവരവന്റേതായ ഒരു അന്വേഷണം അതിൽ നടത്തിയിട്ടുണ്ടോ? എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി ഒന്ന് പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഷയം ഇതാണ്.
ഞാൻ കൃത്യമായിട്ടാണ് പറയുന്നത്. ഇങ്ങനെ റിപ്പോർട്ടർ ചാനൽ, ഏഷ്യാനെറ്റ് ചാനൽ, മിക്കവാറും ഇന്നത്തെ എല്ലാ മാധ്യമങ്ങളും പൊതുവിൽ പറഞ്ഞിരിക്കുന്നത്, കാരണം ഇവരെല്ലാം ഈ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം പൊതുവിൽ ചെയ്യുന്നത് കടുത്ത CPIM വിരോധം, അതിൽ തന്നെ പിണറായി വിരോധം, LDF സർക്കാർ വിരോധം ഇത് പ്രചരിപ്പിക്കുന്നവരാണ്. പക്ഷെ ആ മാധ്യമങ്ങൾക്കെല്ലാം ഏതാണ്ട് ഒരേ ശബ്ദത്തിൽ പറയേണ്ടി വന്നിരിക്കുന്നത് മിക്കവാറും ആളുകൾ എക്സെപ്റ്റ് സ്മൃതി പരുത്തിക്കാട് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം ഷൂവായി പോയി, ആകെ പിന്നെ ഞാൻ ഇന്നലത്തെ ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം മുസ്തഫ, ഞാനൊരു ചോദ്യമാണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ മീറ്റ് ദ എഡിറ്റേഴ്സ് പറഞ്ഞു താങ്കൾക്ക് മറുപടി പറയേണ്ടി വരുന്നത് താങ്കളുടെ ഗതികേടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് എന്തൊരു ഏർപ്പാടാ? വലതുപക്ഷം, കോൺഗ്രസ്, സ്മൃതിയുടെ സ്വന്തക്കാർ വല്ലാതെ ഇന്നലെ പരാജയപ്പെട്ടു പോയ കാര്യം ഞാൻ പറയുമ്പോൾ അതിങ്ങനെ തടസ്സപ്പെടുത്തിയിട്ട് സ്മൃതി പരുത്തിക്കാട് ചെന്നുപെടുന്ന ഒരു ഗതികേട് ഞാൻ ഇന്ന് കാണേണ്ടി വരികയാണ്. ജോയ്ക്കുട്ടി എന്നൊരു മകൻ നഷ്ടപ്പെട്ട അച്ഛന്റെ മുന്നിലിരുന്നിട്ടാണ് താങ്കൾ ഇങ്ങനെ ദ്രവികാരമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ആരെയാണ് തോൽപ്പിക്കുന്നത്? ആരോടാണ് സംസാരിക്കുന്നത്? ഈ ചർച്ചയിൽ ഇരിക്കുന്ന ഒരു മകൻ നഷ്ടപ്പെട്ട അച്ഛനാണ്. താങ്കൾ ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ പട്ടം ചാർത്തി കൊടുത്തുകൊണ്ടൊരു മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രീ VPP മുസ്തഫ, ചോദ്യങ്ങൾ ഇങ്ങനെ നിൽക്കും. ആ അച്ഛന് മറുപടി പറയൂ. സ്മൃതി ഈ പിന്നെ കമ്മ്യൂണിസ്റ്റ് വിരോധം തലയിൽ കയറിയിട്ട് ഈ വല്ലാത്ത തെറ്റായ വൈകാരിക പ്രകടനം ഈ കോൺഗ്രസ്സുകാരൊക്കെ നടത്തുന്ന പോലെ ഒരു ചാനലിൽ ഇരുന്നിട്ട് നടത്തരുത്. ഞാൻ എന്താ ആദ്യം തന്നെ പറഞ്ഞത്? ശ്രീ ജോയിക്കുട്ടിയുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ്റെ മരണം വളരെ വേദനാജനകമാണ്. അതിൽ അന്വേഷണം നടക്കേണ്ടതിൽ നടക്കട്ടെ. ഈ പറഞ്ഞ പോലെ CCTV ദൃശ്യം മുതൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ നമുക്ക് കിട്ടുമല്ലോ. ഇങ്ങനെയല്ലേ സ്മൃതി ഞാൻ പറഞ്ഞത്? അയാളെ അദ്ദേഹത്തിന്റെ മകനുണ്ടായ മരണം അത് ന്യായീകരിക്കാണോ ഞാൻ ചെയ്തത്? ആദ്യത്തെ സ്പോട്ടിൽ പറഞ്ഞ എന്റെ മറുപടിയെ ഏറ്റവും തെറ്റായിട്ട് ചിത്രീകരിച്ചിട്ട് ഏറ്റവും മോശമായിട്ട് പറയുകയാണ്. നിങ്ങൾക്ക് എന്താ സ്മൃതിയുടെ പാർട്ടിക്കാരും വല്ലാതെ മെഴുകി എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയുമില്ല, എനിക്കത് താങ്കളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയുമില്ല. അത് നിങ്ങൾക്ക് കാലം തെളിയിച്ച് നിങ്ങൾക്കത് ബോധ്യപ്പെടും. ശ്രീ VPP മുസ്തഫ, ഒരാളെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഞാൻ തെറ്റായി പറഞ്ഞു എന്ന് പറയരുത്. ഞാൻ തെറ്റായി പറയുകയാണ്, അങ്ങ് തെറ്റായി പറയുന്നത് തുടരുകയാണ്. അത് ദാരുണമാണെന്നാണ് പറഞ്ഞത്. ദാരുണമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ശ്രീ VPP മുസ്തഫ, അങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല, കാര്യമില്ല. അതിന്റെ താങ്കളോട് പറയുന്നത് വെറുതെ കുഴപ്പമുണ്ടാക്കരുത് കേട്ടോ, വല്ലാതെ മോശാക്കരുത്, ഇങ്ങനെയൊന്നും ആവരുത്. ഞാൻ ആ ജോയിക്കുട്ടി എന്ന് പറയുന്ന അച്ഛനെ ബഹുമാനിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ദുഃഖത്തിൽ ഞാൻ പങ്കേരുകയാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, CCTV ദൃശ്യം മുതൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ സകലതും വരട്ടെ, എന്നിട്ട് നമുക്ക് കൃത്യമായിട്ട് അതിൽ പോകാം. ഏത് നിയമത്തിന്റെ വഴിക്ക് പോകാനും ഞങ്ങളുണ്ട്. അവിടെ അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ മകന്റെ ഡെഡ് ബോഡിയിൽ പാർട്ടി പതാക ഉൾപ്പെടെ പതിപ്പിച്ചിരുന്നു. അടൂരിലെ പാർട്ടിക്കാരോട് ഞങ്ങൾ ഉൾപ്പെടെ പറയാം അദ്ദേഹത്തിനെ സഹായിക്കാൻ, അതിന്റെ നിയമപരമായ പോരാട്ടത്തിന് പോകാൻ. ഇതാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷെ അതിനു പകരം സ്മൃതി ഇവിടെ ആ അച്ഛനെ നിർത്തിയിട്ട് ഇവിടെ പരാജയപ്പെട്ടു പോയ പ്രതിപക്ഷത്തെ മെഴുകാൻ വേണ്ടിയിട്ട്, അവരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് സ്മൃതിയെ പോലെ ഒരു മാധ്യമ പ്രവർത്തനം ചെയ്യരുത്. കോൺഗ്രസിന്റെ കുപ്പായിട്ടിട്ട് ചെയ്തോ, ഇത്രയും മോശമായിട്ട് ചെയ്യരുത് സ്മൃതി. കഴിഞ്ഞോ? ഇനി ഞാൻ പറയട്ടെ. ജോയ്ക്കുട്ടിക്ക് മകനെ നഷ്ടപ്പെട്ടത് ഈ വർഷമല്ല, കഴിഞ്ഞ വർഷമല്ല. അപ്പോൾ എത്ര വർഷം പോരാട്ടം നടത്തിയാലാണ് ആ ദൃശ്യങ്ങൾ പുറത്തേക്ക് കിട്ടുക? ആ അച്ഛൻ എവിടെയൊക്കെ പരാതി നൽകി എന്നുള്ള കാര്യം പറഞ്ഞില്ലേ? ഇതൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്നുണ്ട്. ജോയലിന്റെ അച്ഛന്റെ പ്രതികരണങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി നടക്കുന്നുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി സഭയിൽ പറയുന്നു ഹൃദയാഘാതമാണ് മരണകാരണമെന്ന്. അതങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ചോദ്യം ഉണ്ടാകും. ശ്രീ VPP മുസ്തഫ, അങ്ങ് ഒച്ചയിട്ടിട്ട് ചോദ്യങ്ങളെ ഇല്ലാതാക്കാൻ പറ്റില്ല. പറയൂ. അതാണ് സ്മൃതി. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ട് മതിയാക്കാം. ഒറ്റ കാര്യം, ഈ പറയുന്ന അന്തസ് സ്മൃതിക്കുണ്ടെങ്കിൽ എന്നോട് ചെയ്യേണ്ടിയിരുന്നത് എന്താ? എന്നോട് നിങ്ങളുടെ ഓഫീസിൽ നിന്ന് ചർച്ചയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞത് ശ്രീ AK ആന്റണിയുടെ പ്രസ്താവന, ഇന്നത്തെ മാധ്യമ സമ്മേളനം,
അതിനെ സംബന്ധിച്ച് അതുപോലെ പോലീസ് അതിക്രമം, ഇതാണ് ചർച്ചാ വിഷയം. പോലീസ് അതിക്രമം, നിങ്ങൾ പോലീസ് അതിക്രമം, ഞങ്ങളുടെ പാനലിൽ ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട്. പോലീസ് അല്ല, ഞാൻ അതിക്രമമുണ്ട്. പറഞ്ഞേട്ടെ സ്മൃതി, നിങ്ങൾ പറയുമ്പോൾ ഞാൻ നിശബ്ദമായിട്ട് കേൾക്കുന്നില്ലേ? നിങ്ങൾ പറയുമ്പോൾ ഞാൻ നിശബ്ദമായിട്ട് കേൾക്കുന്നില്ലേ? എന്താ എന്നെ പൂർത്തിയാക്കാൻ അനുവദിക്കാത്തത്? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഈ ചർച്ചയിൽ ഈ വിഷയത്തിലുള്ള മറുപടി, അടൂരിലെ ജോയ്ക്കുട്ടിയുടെ മകന്റെ മരണത്തെ സംബന്ധിച്ചുള്ള മറുപടി എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, CPM പ്രതിനിധിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, ഒരു ചർച്ച നയിക്കുന്ന ഒരാളെന്നല്ലേ നിങ്ങൾ കാണിക്കേണ്ട ഒരു മാന്യത എന്താ? ഇങ്ങനെ ഒരു പ്രത്യേക വിഷയം നമ്മൾ ഇന്ന് എടുക്കുന്നുണ്ട്, നിങ്ങൾ അതിന്റെ വിശദാംശങ്ങൾ കൂടി ഒന്ന് ശേഖരിക്കണം എന്ന് പറയണ്ടേ സ്മൃതി? നിങ്ങൾ പറഞ്ഞിരുന്നോ? എനിക്ക് ആ വിശദാംശങ്ങൾ ശേഖരിക്കാൻ പറ്റുമായിരുന്നല്ലോ. അവിടുത്തെ പോലീസ് സംവിധാനത്തിൽ നിന്നും അവിടുത്തെ പാർട്ടി സഖാക്കളിൽ നിന്നും എല്ലാം വിശദാംശം ശേഖരിക്കാൻ പറ്റുമായിരുന്നല്ലോ. നിങ്ങൾ അതിന് അവസരം തരാതെ ഒരു വാദത്തിന് അങ്ങ് പറയുന്നതിന് ഞാൻ യോജിക്കുന്നു. പക്ഷേ എന്റെ ഗസ്റ്റ് കോർഡിനേറ്റർ പറഞ്ഞിട്ടുണ്ട് പോലീസ് അതിക്രമങ്ങളും AK ആന്റണിയുടെ വാർത്താ സമ്മേളനവുമാണ് നമ്മുടെ ചർച്ച എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങേക്ക് അതിന്റെ കാർഡും അയച്ചിട്ടുണ്ട്. അതിൽ ഗസ്റ്റ് ആരൊക്കെയാണെന്നുള്ള പടമുണ്ട്. അപ്പോൾ അങ്ങേക്ക് അറിയാത്തൊരു മുഖമുണ്ടാകുമ്പോൾ അത് ആരാണെന്ന് ചോദിക്കാമായിരുന്നു. ഞാൻ ഗസ്കറ്റിനോട് ചോദിക്കുമ്പോൾ പറയുന്നത് പോലീസ് അതിക്രമങ്ങൾ എന്ന് പറയുന്നുണ്ടെന്നാണ്. അപ്പോൾ സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ അത് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണല്ലോ. ഇല്ല, അല്ല, അങ്ങേക്ക് ഈ പർട്ടിക്കുലർ കേസിൽ പഠിക്കാൻ ഇല്ല, അങ്ങ് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. VP മുസ്തഫ, ഈ പർട്ടിക്കുലർ കേസ് അങ്ങേക്ക് പരിശോധിക്കാൻ പറ്റിയില്ല എന്ന് ഞാൻ യോജിക്കുന്നു. നിങ്ങളുടെ പോസ്റ്റ് വായിച്ചിട്ട് നിങ്ങളുടെ പോസ്റ്റ് അല്ല, ഞാൻ പറഞ്ഞേ, നിങ്ങളിപ്പോ പറഞ്ഞത് നിങ്ങളുടെ ഈ ചാർജ് ചർച്ചയെ കുറിച്ച് നിങ്ങൾ ഇറക്കിയ പോസ്റ്റ് കണ്ടിട്ട് അതിലിരിക്കുന്ന ഫോട്ടോയിൽ എനിക്കറിയാത്ത ആളായിരുന്നു ഞാൻ സ്മൃതിയോട് ചോദിക്കണമായിരുന്നു. അത് ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. ഞാൻ ആ കുറ്റം ചെയ്തു പോയല്ലോ, ഞാൻ ആ തെറ്റ് ചെയ്തു പോയി. ഞാൻ പിന്നെ ഇവിടെ ഇരുന്നോളാം. അല്ല, അങ്ങനെ പറയരുത് ശ്രീ VP മുസ്തഫ. പോലീസ് അതിക്രമം എന്ന് പറഞ്ഞപ്പോൾ അല്ലല്ല, പോലീസ് അതിക്രമങ്ങൾ ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് എന്താണ് വിചാരിച്ചത്? പോലീസ് അതിക്രമങ്ങൾ ചർച്ചയ്ക്ക് എന്ന് പറയുമ്പോൾ അങ്ങ് എന്താണ് വിചാരിച്ചത്? അങ്ങേക്കറിയുന്ന ഏതൊക്കെ കേസ് വരുമെന്നാണ് അങ്ങ് വിചാരിച്ചത്? എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. 1ഉം 2ഉം കേസല്ലല്ലോ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ല, ഞാനൊന്നും വിചാരിച്ചിട്ടില്ല. സ്മൃതിയാണ് എല്ലാം വിചാരിച്ച ഒരാൾ. ശരി, ഇന്നലെ സഭയിൽ പ്രതിപക്ഷം പൂർണ്ണമായും തോറ്റമ്പി എന്നൊരു അഭിപ്രായമാണ് CPM-നുള്ളത്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ അതിന് മറുപടി നൽകണം. ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകരായി രണ്ടുപേരിയ്ക്കുന്നു, അവരും ഇത് കാണുകയാണല്ലോ. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇന്നലെ സഭയിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ട പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം, പക്ഷേ പ്രതിപക്ഷം പൂർണ്ണമായും പരാജയപ്പെടുകയായിരുന്നു വാദങ്ങൾ മുന്നോട്ട് നിരത്തുന്നതിൽ. അതിൽ ഭരണപക്ഷമാണ് വിജയിച്ചത് തിരിച്ചടിക്കുന്നതിൽ എന്നുള്ള വിലയിരുത്തൽ ചിലരെങ്കിലും നടത്തുന്നുണ്ട്. അങ്ങേക്ക് അതിനുള്ള മറുപടി നൽകാം. അതോടൊപ്പം ഈ പറഞ്ഞ മരിച്ചത് DYFI മേഖലാ സെക്രട്ടറിയാണ്. ഒരു കേസിന്റെ കാര്യമാണ്. DYFI മേഖലാ സെക്രട്ടറിക്ക് ആ കേസ് എന്ന് പറയുന്നത് പെറ്റി കേസാണ്. പെറ്റി കേസിൽ എന്താണ് ആ യുവാവിനെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടത് എന്നത് ആ ദൃശ്യങ്ങൾ അവിടെ തെളിവായി കിടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും VP മുസ്തഫയ്ക്ക് ഏത് തരത്തിലുള്ള ക്ലെയിമുകളും റേസ് ചെയ്യാനുള്ള അവകാശം നമ്മുടെ രാജ്യത്തുണ്ട്. പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങളുടെ പ്രാധാന്യം എന്താണ് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട്. CPM അത് ആക്രോശിച്ച് ജയിച്ചെന്നോ ആക്രോശിച്ച് തോറ്റെന്നോ ഒന്നുമല്ല വാദം. അടിസ്ഥാന പ്രശ്നം എന്താണ്? ഇപ്പോൾ ജോയ്ക്കുട്ടി പറഞ്ഞ ആ വിഷയം, ജോയ്ക്കുട്ടിയുടെ ഒരു വേദന നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു ഇഷ്യൂ, അദ്ദേഹത്തിൻ്റെ മകൻ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നതിൻ്റെ ബോധ്യമാണ് പറഞ്ഞത്. ആ ബോധ്യത്തിൻ്റെ മേൽ അത് പോലീസ് നടത്തിയൊരു കൊലപാതകമാണ് എന്ന ബോധ്യം ആ അച്ഛനുണ്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരിക്കുണ്ട്, നേരിട്ട് കണ്ട പലർക്കുണ്ട്. അത് CCTV-യിൽ അവൈലബിളുമാണ്. ആ CCTV ദൃശ്യങ്ങൾ പുറത്തു വരരുതെന്ന് പോലീസ് ആഗ്രഹിക്കുന്നു. കൊല്ലപ്പെട്ട ആ വ്യക്തി, അദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അത് ഹാർട്ട് അറ്റാക്കാണ് എന്ന് പോലീസും ഒക്കെ തീരുമാനിക്കുന്നു. നേരിട്ട് കണ്ട അച്ഛന് അല്ല എന്ന് ബോധ്യമുണ്ട്. അതിൻ്റെ മറുപടി പോലീസിൻ്റെ വെർഷൻ നിയമസഭയിൽ വന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി കാണിച്ച ലാഘവമുണ്ട്. ആ ലാഘവം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരിക്കലും ഒരു അത്രയും അങ്ങനെ വളരെ എന്തെഴുതി കൊടുത്താലും വായിക്കുന്നവനാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അതേ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള രാഷ്ട്രീയ പരിചയമുള്ള ആളാണ്, കാലങ്ങളോളം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ അവസ്ഥ സ്വന്തമായി അനലൈസ് ചെയ്ത് ഒരു വിഷയത്തിനെ അനലിറ്റിക്കലായിട്ട് പറയാൻ കഴിയുന്നൊരു സാഹചര്യം അദ്ദേഹത്തിന് ഇല്ല എന്നെനിക്ക് സംശയം തോന്നുന്നു. കാരണം കൊല്ലപ്പെട്ടതൊരു DYFIയുടെ സഖാവാണ്. പാർട്ടി പതാക പുതച്ച് അടക്കം ചെയ്ത ആളാണ്. ആ മനുഷ്യനെ കൊന്നത് പോലീസാണെന്ന് അച്ഛൻ പറയുന്നു. അതിൻ്റെ CCTV ഒന്ന് കാണണ്ടേ മുഖ്യമന്ത്രിക്ക്?
പോലീസ് പറയുന്നത് അതുപോലെ പറഞ്ഞാൽ മതിയോ? ആ സഖാവിനെ കൊന്ന പോലീസുകാരെ പിന്തുണയ്ക്കാൻ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നു. കുറച്ചു മുമ്പ് സ്മൃതി തന്നെ പറഞ്ഞു, ആ സ്ഥലത്തു നിന്നുള്ള, അതായത് പാർട്ടി പതാക പുതപ്പിച്ച് ശവസംസ്കാരം നടത്തിയ ആ ചെറുപ്പക്കാരൻ്റെ നാട്ടിലുള്ള പാർട്ടിക്കാർ വന്ന് പറയുന്നു, ഞങ്ങൾ പണ്ട് തന്നെ ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായിരുന്നു. എന്തൊരവസ്ഥയാണ്! അതായത് പാർട്ടിയുടെ, CPM പാർട്ടിയുടെ ഒരു ബി ടീം, ഗുണ്ടാ ടീമായി ഒരു പോലീസ് സംഘം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ട ആളുകളെ നമ്മളതാ പറഞ്ഞ് കൊടിസുനിയെ പിന്തുണയ്ക്കുന്നത് പോലെ പിന്തുണയ്ക്കാനുള്ള ബാധ്യസ്ഥത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കുണ്ടോ എന്ന് ഞാൻ സംശയിക്കാം. ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാൻ ഈ ഗവൺമെൻറ്റിനെ ഡിഫെൻഡ് ചെയ്യുക, അതായത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഗവൺമെൻറ്റിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സർക്കാർ അഭിഭാഷകനായിരുന്നു. അങ്ങനെ ഒരു കോടതിയിൽ പോലീസിൻ്റെ വെർഷൻ ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഒരു റിട്ടയർഡ് ജഡ്ജ് എന്നോട് പറഞ്ഞു, ഞാൻ പോലീസിൻ്റെ വെർഷൻ ചില കാര്യങ്ങളിൽ പോലീസിനെ കൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യിക്കണമെന്ന് പറയുമായിരുന്നു, പോലീസ് ഹരാസ്മെൻറ്റ് ഇഷ്യൂസിൽ. അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റിനെ ഡിഫെൻഡ് ചെയ്യല്ലേ, നിങ്ങൾ പോലീസിനെ കൊണ്ട് എന്തിനാ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യും? കോടതി പറയാതെ തന്നെ ഫയൽ ചെയ്യണമെന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു. കാരണം എൻ്റെ വെർഷൻ ഇതാണ്, ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നത് സ്റ്റേറ്റിനെയാണ്, എൻ്റെ സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ്റിനെയാണ്, എൻ്റെ ഗവൺമെൻറ്റിനെയാണ് ഡിഫെൻഡ് ചെയ്യുന്നത്. ഗവൺമെൻറ്റിനെ മോശമാക്കുന്ന പോലീസ് ഓഫീസറെ അല്ല ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നത്. ഞാൻ ഡിഫെൻഡ് ചെയ്യേണ്ടത് എൻ്റെ സംസ്ഥാന സർക്കാരിനെയാണ്. സർക്കാരിനെ മോശപ്പെടുത്തുന്ന ഒരു പോലീസ് ഓഫീസർ, ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു ഓഫീസർ 5 ഹരാസ്മെൻറ്റ് പെറ്റീഷനാണ് കോടതിയുടെ മുമ്പിൽ വന്നത് പലപ്പോഴായിട്ട്. ഇതെല്ലാം ഞാൻ തന്നെയാണ് കാണുന്നത്. ഇയാൾ ഓരോ പരാതി കാണുമ്പോഴും അതിൻ്റെ എവിഡൻസസ് കാണുമ്പോൾ കുഴപ്പമാണെന്ന് എനിക്ക് ബോധ്യമാണ്. ഞാൻ ഡിഫെൻഡ് ചെയ്തത് എൻ്റെ സംസ്ഥാന സർക്കാരിനെയാണ്. ഞാൻ ഈ പോലീസുകാരനെ അല്ല ഡിഫെൻഡ് ചെയ്യേണ്ടത്. പക്ഷേ മുഖ്യമന്ത്രി അത് അനലൈസ് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്നു. ഒന്നുകിൽ കുറച്ച് കാലങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് അനലൈസ് ചെയ്യേണ്ട എന്ന കാഷ്വൽ അപ്രോച്ച് ആയിരിക്കാം, അല്ല അനലൈസ് ചെയ്യാനുള്ള എബിലിറ്റി നഷ്ടപ്പെട്ടിട്ടായിരിക്കാം. എന്തായിരുന്നാലും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വരുന്ന ജനകീയ പ്രശ്നങ്ങളെ, ജനങ്ങളുടെ വിഷയത്തെ, ജനങ്ങളുടെ വേദനകളെ, വ്യഥകളെ ശരിയായ രീതിയിൽ അനലൈസ് ചെയ്യുകയും നമ്മുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബ്യൂറോക്രാസിയും പോലീസും ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അട്രോസിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി എന്ന പദവിയിലും മന്ത്രിമാർ എന്ന പദവിയിലും ഇരിക്കുന്നുണ്ട് ബോധ്യം അദ്ദേഹത്തിന്. ഈ ക്യാബിനറ്റിൻ്റെ പൊതുവായ പ്രശ്നമാണ് 2 or 3 ആളുകൾ ഒഴിച്ചിട്ട് ബാക്കിയുള്ളവരുടെയൊക്കെ അവസ്ഥ. ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ സ്മൃതി, ഏതായാലും ഇപ്പോൾ അടുത്തൊരു അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇന്നലെ സഭയിൽ പ്രതിപക്ഷം ഈ ഭരണപക്ഷത്തു നിന്നും ഉയരുന്ന നിങ്ങളുടെ കാലത്തെ UDF കാലത്തെ അതിക്രമങ്ങളെക്കുറിച്ച്, അത് മാറാട് കലാപത്തെ പോലീസ് നേരിട്ട വിഷയമുണ്ട്, അതോടൊപ്പം മുത്തങ്ങയുണ്ട്, ശിവഗിരിയിലെ പോലീസ് അതിക്രമമുണ്ട്, ഇതേക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി സഭയിൽ പറയാത്തത് കൊണ്ടാണോ 21 വർഷം മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ച AK ആന്റണി ഇന്ന് വാർത്താ സമ്മേളനം നടത്തി തൻ്റെ കാലത്തെ കാര്യങ്ങൾ അദ്ദേഹത്തിന് തന്നെ വിശദീകരിക്കേണ്ടി വന്നത്? ഞാൻ ഇതിൻ്റെ ഒരു നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു സ്ട്രാറ്റജിക് അപ്രോച്ച് നിയമസഭയിൽ എടുത്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. AK ആന്റണി ഏറ്റവും ബഹുമാന്യനായ നേതാവാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം ഒരിക്കലും ഒരു അട്രോസിറ്റിക്ക് കൂട്ടുനിൽക്കാത്ത കേരളത്തിൻ്റെ ഏറ്റവും ബഹുമാന്യനായ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്തില്ല എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സഭയിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നിലവിൽ നടക്കുന്ന പോലീസ് അട്രോസിറ്റിയെക്കുറിച്ചാണ്. അതിൻ്റെ മറുപടി മുഖ്യമന്ത്രി പ്രോപ്പറായി പറഞ്ഞില്ല എന്നുള്ളതാണ്. അത് വഴിതിരിച്ച് വിടാനും മറ്റ് ചില ഉദ്ദേശങ്ങളോട് കൂടി അതിനെ ധ്രുവീകരണ രാഷ്ട്രീയം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മാറാടെന്നും ശിവഗിരിയെന്നും ഒക്കെ എടുത്ത് പറഞ്ഞ് ചർച്ച അതിലേക്ക് കൊണ്ടുപോകാനുള്ള അറ്റംപ്റ്റ് നടത്തിയപ്പോൾ പ്രതിപക്ഷം ബുദ്ധിപരമായിട്ടല്ല, അതാണ് അതിൻ്റെ ശരിയായ രീതിയിൽ നിലവിലെ വിഷയങ്ങളെ ചർച്ച ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ മെഡിക്കൽ ഫീൽഡിലെ ഇഷ്യൂസ് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ മെഡിക്കൽ ഫീൽഡിൽ വലിയ ഭയങ്കരമായ PR വർക്ക് നടക്കുകയാണ്. ശരി, അത് ഇന്ന് സഭയിൽ അതായിരുന്നല്ലോ. ഞാൻ പറയാം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഞാൻ ബാക്കിയുള്ളവർക്ക് നമ്മുടെ സമയം കുറവും ആൾ കൂടുതലുമാണല്ലോ. ശ്രീ ദാമോദർ പ്രസാദ്, പോലീസിന്റെ അതിക്രമങ്ങൾ ഇന്നലെ ചർച്ച ചെയ്യപ്പെട്ടു. അതിൽ പ്രതിപക്ഷം പല കാര്യങ്ങളും കൊണ്ടുവരുന്നു. അതിന് മുഖ്യമന്ത്രി നീണ്ട മറുപടി ഓരോന്നായി എണ്ണി പറയുന്നുണ്ട്. അത് പോലീസ് നൽകിയ റിപ്പോർട്ട് വിശദീകരിക്കലായിട്ടാണോ അങ്ങേക്ക് അനുഭവപ്പെട്ടത്? പ്രതിപക്ഷം അതിന് നൽകിയ മറുപടി പോരാഞ്ഞിട്ടാണോ ഇന്ന് AK ആന്റണി തന്നെ തൻ്റെ കാലത്തെ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാൻ പുറപ്പെട്ടത്? അത് പുറപ്പെടുമ്പോൾ ശിവഗിരിയുടെ കാര്യമായാലും മുത്തങ്ങയുടെ കാര്യമായാലും അതിൽ ഖേദിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു വാർത്താ സമ്മേളനം നടത്തേണ്ടിയിരുന്നു എന്ന ചോദ്യം കൂടിയുണ്ട്. സ്മൃതി, കേരളത്തിലും എവിടെയും ഇന്ത്യയിലും
നിലനിൽക്കുന്ന ജനാധിപത്യ സർക്കാരാണ്. പോലീസിൻ്റെ മനോവീര്യം സംരക്ഷിക്കുക എന്നല്ല ജനാധിപത്യ സർക്കാരിൻ്റെ പ്രാഥമികവും എല്ലാ തരത്തിലും ഉത്തരവാദിത്തം. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ മനോവീര്യം സംരക്ഷിക്കാൻ തെറ്റിദ്ധാരണ വി പി മുസ്തഫയ്ക്കുള്ള സംശയം എനിക്കുണ്ട്. അതുമല്ല കമ്മ്യൂണിസം. അപ്പോൾ പോലീസിൻ്റെ മനോവീര്യം സംരക്ഷിക്കുക എന്നല്ല ജനാധിപത്യ സർക്കാർ. അതുപോലെ തന്നെ ഈ വലതുപക്ഷം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷം തോറ്റമ്പി, പ്രതിപക്ഷങ്ങൾ മൂലക്കിരുത്തി, അതല്ല ഉത്തരവാദിത്തപരമായിട്ട് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തം. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ഉയർന്നു പറഞ്ഞാൽ പോലീസ് അട്രോസിറ്റിയെ ബന്ധപ്പെട്ട പോലീസ് അട്രോസിറ്റിക്ക് ദീർഘചരിത്രമുണ്ട്. UDF ഉത്തരവാദിത്തമാണ്. 57 കണ്ണൂർ സർക്കാർ ചന്ദ്രത്തോപ്പ് വെടിവെപ്പ് മുതൽ തന്നെ പോലീസ് അട്രോസിറ്റീസ് ദീർഘചരിത്രമുണ്ട്. വിമർശനത്തിൻ്റെ ഒരു ഘടകം തന്നെ പോലീസ് അട്രോസിറ്റീസ് ആയിരുന്നു. അപ്പോൾ ദീർഘചരിത്രമുണ്ട്. പക്ഷേ 2025 ഈ മറുപടിയാണ് പറയാൻ നിൽക്കുന്നത്. പിന്നെ 10 വർഷം ഭരിച്ചു. ജനാധിപത്യപരമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ, പൗരസമൂഹത്തിൻ്റെ പൗരാവകാശങ്ങൾ നിലനിർത്താൻ ബാധ്യതപ്പെട്ട സർക്കാർ, ബാധ്യതപ്പെട്ട മുഖ്യമന്ത്രി, പോലീസ്. നമ്മൾ അലന്താഹയുടെ വിഷയത്തിൽ നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും. മുഖ്യമന്ത്രിയുടെ ചിരിയും ചായ കുടിക്കാൻ പോയേ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ തരം മനുഷ്യാവകാശത്തെക്കുറിച്ച് തരിമ്പും മാനവികമായ ബോധമില്ലായ്മയുടെ ഒരു പ്രകടനമായിട്ട് നമുക്ക് കാണേണ്ടി വരും. ഇതാണ് ഇവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഒരു പിതാവിൻ്റെ വിഷമം, അത് ബോധ്യമെന്ന് പറഞ്ഞാലും അതിനകത്തൊരു വസ്തുതയുണ്ട്. എന്താണ്? പോലീസ്, ഒരു ക്രിമിനൽ പോലീസ് ആ ചെറുപ്പക്കാരനെ മർദ്ദിച്ചു എന്നുള്ളത് വസ്തുതയാണല്ലോ. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വസ്തുതകൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല? അതായത് ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യതപ്പെട്ട പോലീസിൻ്റെ ഈ അട്രോസിറ്റീസ്, പ്രകടമായ മനുഷ്യാവകാശ ലംഘനം, ഭീകരത, അടിയന്തരാവസ്ഥ കാലത്ത് ഓർമ്മിക്കുന്ന ഭീകരത, ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ നടപടിയെടുക്കാൻ, ഇതിനെതിരെ നടപടിക്കാനും അതിന് അതായത് പൗരസമൂഹത്തിന് മറുപടി കൊടുക്കാനും ബാധ്യതപ്പെട്ട സർക്കാരാണ്. പ്രതിപക്ഷം സസ്പെൻഷനുണ്ട്, സ്ഥലം മാറ്റമുണ്ട്, ചിലരുടെ കാര്യത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇതാണ് നടപടിയായി മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ. നടപടിക്രമം പറയാൻ എളുപ്പമാണല്ലോ. നടപടിക്രമം എപ്പോഴും പറയാൻ എളുപ്പമാണ്. രണ്ടാമത്തെ കാര്യം, ഏക്കാനയുടെ കാര്യം അദ്ദേഹം പറയുന്നു. വളരെ ശരി. കാര്യം മുത്തങ്ങ ജനശിക്ഷിച്ചതാണ്. മുത്തങ്ങയുടെ വെടിവെപ്പ് കൈരളി ചാനലുകൾ പുറത്തു കൊണ്ടു. നമ്മൾ കേരളത്തിലെ പൗരസമൂഹം അതിനെതിരെ പ്രതികരിക്കുകയും മുത്തങ്ങയുടെ ക്ഷീണം ഏക്കണ്ണിയും UDF സർക്കാർ അനുഭവിച്ചാണ്. ഈ സർക്കാർ അനുഭവിക്കും. ഈ മനുഷ്യാവകാശ ലംഘനം തുടരുകയാണെങ്കിൽ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അത് അനുഭവിക്കാൻ സംശയമില്ല. അത് അനുഭവിച്ചാണ്. മാറാട് അനുഭവിച്ചതാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇതിനൊക്കെ ശിക്ഷിച്ചിട്ടുണ്ട്, ജനം ശിക്ഷിച്ചിട്ടുണ്ട്. ഇത് കണ്ടിരിക്കുന്നില്ല. ഇത് കണ്ട് ഈ മറുപടി കേട്ട് തൃപ്തിയടയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷേ പൊതുജനം അത് കേട്ട് തൃപ്തിയടയുന്നില്ല. ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇത്. അതുപോലെ എന്താ കരുണാനും ഓർക്കാതിരുന്നത്? അതാണ് അത്ഭുതപ്പെടുന്നത്. കേരളത്തിൽ മുഖ്യമന്ത്രി കരുണാനും ഓർക്കണ്ടേ? അടിയന്തരാവസ്ഥക്കാലം ഓർക്കണ്ടേ? ഏക്കേണ്ടി മാത്രം ഓർത്താൽ പോരല്ലോ. അപ്പോൾ അത് തന്നെ ഈ കോൺഗ്രസിനകത്തൊരു ധ്രുവീകരണത്തെക്കുറിച്ചായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വർത്തമാന സ്ഥിതി, അതായത് ജോർജ് സാർ എന്ന വർത്തമാനം, നമ്മുടെ മുന്നിൽ ജോർജ് സാർ എന്ന വർത്തമാനകാല പോലീസിനെ ക്രിമിനൽ പോലീസ്, അതിഭീകരമായ പോലീസ്, സമൂഹം ബഹിഷ്കരിക്കേണ്ട പോലീസ്, ഈ ക്രിമിനൽ പോലീസ് സമൂഹം ബഹിഷ്കരിക്കണം. അത്തരം പോലീസിൻ്റെ അട്രോസിറ്റീസ് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതിനെതിരെ ഇങ്ങനെ നിസ്സംഗമായി പ്രതികരിക്കുകയാണോ? ഈ നിസ്സംഗമായിട്ടാണ് പ്രതികരിക്കേണ്ടത്. നടപടിക്രമങ്ങൾ പറയാൻ എളുപ്പമാണ്. പക്ഷേ ജനാധിപത്യ സർക്കാരിന് ഇത് UPയിലെ പോലീസിന് സമാനമായ സ്ഥിതിയാണ്. ബുൾഡോസർ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഭീകരത നടക്കുന്നത് എന്ത് അതിക്രമം. അതായത് സത്യം പോയി, അതായത് ഇവിടെ ഈ നമ്മുടെ പിതാവ് പറഞ്ഞ് നമ്മളെല്ലാവരും തലകുനിച്ചിരുന്ന് കേൾക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നു VP മുസ്തഫ അദ്ദേഹത്തിന് സഹാനുഭൂതിയും കരുണയൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം പതറിപ്പോയി. അതുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി പറയുന്നതിൽ ചെറിയ തരത്തിൽ പ്രശ്നം ഉണ്ടായത്. നമ്മളെല്ലാവരും പതറിപ്പോവും. ഇതാണ് നമ്മളൊരു യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇതിനെതിരെ നിലപാടെടുക്കാനാണ് ഈ സർക്കാർ, ജനാധിപത്യ സർക്കാർ ബാധ്യതപ്പെട്ടത്. അല്ല പ്രതിപക്ഷം തോറ്റമ്പി, പ്രതിപക്ഷം മൂലക്കിരുത്തു, അതൊക്കെ എന്ത് ജനാധിപത്യ മറുപടിയാണ്? അപ്പോൾ ഇതാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന മറുപടി, നടപടിയാണ് ഈ പോലീസിനെതിരെ, ക്രിമിനൽ പോലീസിനെതിരെ. ആരാണ് സ്കോർ ചെയ്തത് എന്നതിൽ തർക്കം, ഞങ്ങൾ നന്നായി സ്കോർ ചെയ്തു, അവർ തോറ്റുപോയി എന്ന് പറയുകയാണോ ഈ വിഷയത്തിൽ എടുക്കേണ്ട ഒരു സമീപനം എന്നൊരു ചോദ്യമുണ്ട്. ഇതൊരു രീതിയാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സർക്കാരുമായി ബന്ധപ്പെട്ട് എന്ത് പരാതികൾ, എന്ത് ആരോപണങ്ങൾ ഉയരുമ്പോഴും ഉടനെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ, കഴിഞ്ഞതിൻ്റെ സർക്കാരിൻ്റെ എന്ന് പറയേണ്ടി വരുമല്ലോ, സർക്കാരിൻ്റെ കാലത്തെ കുറേ കണക്കുകളും രേഖകളും വളരെ പെട്ടെന്ന് കിട്ടും. അതേസമയം തൊട്ട് മുൻപത്തെ ദിവസം നമ്മുടെ സർക്കാർ എന്തു ചെയ്തതിൻ്റെ രേഖകളിലേക്ക് എത്താൻ കുറച്ച് സമയമെടുക്കും. ഇത് നമ്മൾ ആരോഗ്യമന്ത്രിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ മരിച്ച സമയത്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊരു സ്ഥിരം രീതിയായി മാറിയിരിക്കുന്നു. ഇപ്പോൾ സഭയിലായാലും കഴിഞ്ഞ UDF സർക്കാരുകളുടെ കാലത്തെ കണക്കാണ് അവിടെ അവതരിപ്പിക്കുന്നത്. ഇനി ആ കണക്കുകൾ ആകട്ടെ അത് ഗുരുതരമായ വിഷയങ്ങളാണ്. നേരത്തെ ശ്രീ ദാമോദർ പ്രസാദ് പറഞ്ഞതുപോലെ മുത്തങ്ങയൊക്കെ ആ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇടികൊണ്ട് മുഖം വീർത്ത ജാനുവിൻ്റെ മുഖം ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലുണ്ടല്ലോ. അവിടെ നടന്ന പോലീസ് നടന്നതായിട്ട് ദൃശ്യങ്ങളായി കൈരളി ചാനലിൽ അത് കാണിക്കുമ്പോൾ ഞാനും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ആ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിനുശേഷം എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? ആ ഭൂമി അവർക്ക് ആദിവാസികൾക്ക് കിട്ടിയോ എന്ന ചോദ്യമാണ് ഇന്നിപ്പോൾ AK ആന്റണി ചോദിക്കുന്നത്.
അന്ന് ഞാൻ ചെയ്തും അതാണ്, എനിക്കത് ചെയ്യേണ്ടി വന്നു, അത് ഞാൻ നേരിട്ട് ചെയ്തതല്ല, കേന്ദ്ര സർക്കാർ നിർബന്ധമുണ്ടായിരുന്നു എന്ന് ഉള്ള പ്രതികരണമൊക്കെ നടത്തി ഖേദപ്രകടനം നടത്താൻ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു. ഇപ്പോൾ നമുക്ക് ഇതാകെ തുകയായിട്ട് എന്താണ് മനസ്സിലാക്കേണ്ടത് ശ്രീ ജോർജ് പൊടിപ്പാറ? പോലീസ് ഇങ്ങനെയാണ്, പോലീസിന് മുന്നിൽ ഭരണകൂടം നിസ്സഹായരാണ് എന്നാണോ? യഥാർത്ഥത്തിൽ ഈ വിഷയം നമ്മുടെ മനസ്സിലേക്ക് തരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിലേക്ക് ഇട്ട് തരുന്നത് എന്താണ്? അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലമായി, 75 വർഷം അല്ലെങ്കിൽ അത്രയും കാലം കഴിഞ്ഞിട്ടും, അതിലേറെ കാലമായിട്ടും നമ്മുടെ പോലീസ് ഇപ്പോഴും ആ പഴയ ബ്രിട്ടീഷ് പോലീസായിട്ട് നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പോലീസ് വെറും മർദ്ദനോപകരണം മാത്രമായിട്ടാണ് നിലനിൽക്കുന്നത് എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് സമ്മതിക്കേണ്ടി വരുന്നൊരവസ്ഥ. അതായത് കുറെ പുഴുക്കുത്തുകളുണ്ട്, കുറെ കൊളോണിയൽ ഹാങ് ഓവർ ഉള്ള പോലീസ് ഉണ്ട്. യഥാർത്ഥത്തിൽ വിഷയം എന്താണ്? ഇന്നും പോലീസ് സ്റ്റേഷനുകളിൽ മനുഷ്യാവകാശങ്ങൾ ചവിട്ടി മെതിക്കപ്പെടുന്നു. മനുഷ്യത്വരഹിതമായ സമീപനം ആ പോലീസ് സ്റ്റേഷനിലെത്തുന്ന നിസ്സഹായരായ നിരപരാധികളായ മനുഷ്യർക്ക് നേരിടേണ്ടി വരുന്നു. ആ മനുഷ്യർ നീതിക്ക് വേണ്ടി കരയുമ്പോൾ അതിനെ സാങ്കേതികത്വം പറഞ്ഞ് അവർക്ക് നീതി നിഷേധിക്കുന്നു. ഇതല്ലേ ജോയലിന്റെ പിതാവ് ഇപ്പൊ ജോയിക്കുട്ടി നമ്മളോട് പറയുന്നത്? ഇതല്ലേ സുജിത്ത് കുന്നംകുളത്തേറ്റ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ നീണ്ട 3 വർഷത്തിലധികത്തെ പോരാട്ടത്തിന് ശേഷമാണ് ആ വിഷ്വൽസ്, ആ CCTV വിഷ്വൽസ് കിട്ടുന്നത്. ഇതേപോലെ തന്നെ ഇരുകരണത്തും അടിയേറ്റ പട്ടിക്കാട്ടെ ഹോട്ടലോടം ഔസേപ്പിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളവും അവർക്കും എത്ര നാൾ നീണ്ട പോരാട്ടത്തിന് ശേഷമാണ് ആ വിഷ്വൽസ് കിട്ടുന്നത്. വിവരാവകാശ നിയമപ്രകാരം പോലീസ് സ്റ്റേഷനുകളിലെ മർദ്ദനത്തിന്റെ മുഴുവൻ ദൃശ്യങ്ങളും ഈ വിഷ്വൽസ് CCTV പകർത്തണം. അവിടുത്തെ മുഴുവൻ കാര്യങ്ങളും CCTV പകർത്തണമെന്ന് സുപ്രീം കോടതി ഉത്തരവുണ്ട്. പക്ഷെ അത് എങ്ങനെ ആ ദൃശ്യങ്ങൾ നൽകാതിരിക്കാം എന്ന് റിസർച്ച് നടത്തുന്ന ഒരു സർക്കാരും ആ സർക്കാരിന്റെ കീഴിലുള്ള പോലീസും അതിനെ സാധൂകരിക്കുന്ന മുഖ്യമന്ത്രിയും എന്ത് ജനാധിപത്യത്തെ കുറിച്ചായി സംസാരിക്കുന്നത്? എന്ത് മനുഷ്യാവകാശത്തെ കുറിച്ചായി സംസാരിക്കുന്നത്? എന്ത് മാനവികതയെ കുറിച്ചായി സംസാരിക്കുന്നത്? എന്ത് അവകാശമുണ്ട് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകളാണെന്ന് പറയാൻ? മുസ്തഫ, എനിക്ക് താങ്കളെ കുറിച്ച് ഒരുപാട് ഇത്തരം കാര്യങ്ങളിൽ കുറെ കൂടി മനുഷ്യത്വം കാണിക്കുന്ന, മാനവികമായി ചിന്തിക്കുന്ന ഒരാളാണ് താങ്കൾ. എനിക്ക് നല്ല ബോധമുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളില് ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരന്റെ ഹൃദയമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഈ ജോയലിന്റെ പിതാവ് ജോയിക്കുട്ടിയുടെ വാക്കുകളോട് അങ്ങ് ഇത്രയും നിസ്സംഗമായിട്ട് പ്രതികരിക്കരുത്. കാരണം അതൊരച്ഛന്റെ നെഞ്ചിൽ നിന്ന് നീറി പുകഞ്ഞു പുറത്തു വരുന്ന ആ മുറിവിന്റെ വേദന, ചോരയൊലിക്കുന്ന ആ ഹൃദയമാണ് അദ്ദേഹത്തിൻ്റെത്. ആ ചോരയൊലിക്കുന്ന ഹൃദയത്തിൽ നിന്നാണ് ഈ വാക്കുകൾ വരുന്നത്. അതിനെ നമുക്ക് ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ, ഒരു സാങ്കേതികത്വത്തിന്റെയോ പോലീസിന്റെ വെറും സാങ്കേതികമായ വിശദീകരണത്തിന്റെയോ, മുഖ്യമന്ത്രിയുടെ പോലീസ് വെർഷൻ മാത്രം വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തുന്ന അത്തരം ഒരു വിശദീകരണം കൊണ്ട് നീതീകരിക്കാൻ പറ്റില്ല. ഇത് മനുഷ്യന്റെ കാര്യമാണ്, മക്കളുടെ കാര്യമാണ്, മകനെ നഷ്ടപ്പെട്ട പിതാവിന്റെയും അമ്മയുടെയും ഒരച്ഛന്റെയും വിലാപമാണ്. അത് സുജിത്തും അതുപോലെ തന്നെ ഔസേപ്പും നമ്മളീ കണ്ട മനുഷ്യരെല്ലാം അനുഭവിക്കുന്ന അതിനെയാണ്. അതിന് നിയമസഭയിൽ ആര് ജയിച്ചു, ആര് തോറ്റു? ഞങ്ങൾ സാങ്കേതികത പറഞ്ഞ്, ഞങ്ങൾ കുറെ കണക്കുകൾ പറഞ്ഞ്, കഴിഞ്ഞ സർക്കാരിന്റെ ആ ചെയ്തികളുടെ, അവരുടെ ക്രൂരതകളുടെ കഥകൾ പറഞ്ഞ് ജയിച്ചു, മറ്റവരെ തോൽപ്പിച്ചു. ഇതിലൊക്കെ മാധ്യമങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. സ്മൃതി, നമ്മൾ അടക്കമുള്ള മാധ്യമങ്ങളും ഇപ്പൊ അഭിരമിക്കുന്ന എന്തിനാ? അതായത് ഇത്തരം കാര്യങ്ങളിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതാണോ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയം? യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയം, യഥാർത്ഥ വിഷയത്തിൽ ഈ മനുഷ്യർക്ക്, ഈ പീഡനം അനുഭവിച്ച, ക്രൂരത അനുഭവിച്ച, ജീവിതം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ഈ സാങ്കേതികത്വം ഒരു ന്യായമായിട്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആശ്വാസം പകരൂ. മറിച്ച് അവരനുഭവിച്ച ആ വേദനയ്ക്ക്, അവരനുഭവിച്ച നഷ്ടത്തിന് യഥാർത്ഥത്തിൽ ഈ സർക്കാർ ചെയ്യേണ്ടത് എന്താണ്? അവരോടൊപ്പം നിൽക്കുക എന്നതാണ്. ഈ ക്രൂരത ചെയ്ത പോലീസുകാരെ സംരക്ഷിക്കലാണോ നമ്മുടെ ഉത്തരവാദിത്വം? അവരെ ഈ സാങ്കേതികത്വം പറഞ്ഞ്, ന്യായം പറഞ്ഞ്, നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് അവരെ രക്ഷിക്കുകയാണ് ഒരു ജനാധിപത്യ സർക്കാരിന്റെ ഉത്തരവാദിത്വം. അത് കോൺഗ്രസ് ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, ഇടതുപക്ഷം ആവട്ടെ, UDF ആവട്ടെ, ഇതിലൊന്നും ഒരു പ്രശ്നമില്ല. ഇവിടെ മനുഷ്യർക്കൊപ്പം ഒപ്പം നിൽക്കാനുള്ള ഒരു മാനവിക ബോധം, ഒരു മനുഷ്യത്വം യഥാർത്ഥത്തിൽ നമ്മുടെ സർക്കാരുകൾ കാണിക്കണം. അവിടെ പോലീസ് അല്ല പ്രധാനം, മനുഷ്യരാണ് പ്രധാനം. അവർ കമ്മ്യൂണിസ്റ്റുകാരാവട്ടെ, കോൺഗ്രസ്സുകാരാവട്ടെ, നിസ്സഹായരായ നിരപരാധികളായ, നീതിക്ക് വേണ്ടി കേഴുന്ന കരയുന്ന ആ മനുഷ്യർക്കൊപ്പം നിൽക്കാനുള്ള ഒരു ആർജവം നമ്മുടെ സർക്കാരുകൾക്കും നമ്മുടെ മന്ത്രിമാർക്കും നമ്മുടെ ജനപ്രതിനിധികൾക്കും ഇല്ലാതെ പോകുന്നത് എന്തൊരു ഗതികേടാണ്. എന്നിട്ട് ഞങ്ങൾ അവരെ തോൽപ്പിച്ച് മാറാട് കലാപം പറഞ്ഞ്, ഞങ്ങൾ മുത്തങ്ങ പറഞ്ഞ്, ഞങ്ങൾ ശിവഗിരി പറഞ്ഞ്, അവരുടെ ആഫീസ് പൂട്ടിച്ചു എന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുന്നതാണോ സത്യം? ഇന്നലത്തെ വിഷയം എന്താ?
ഇന്നലത്തെ വിഷയം പോലീസ് സ്റ്റേഷനിൽ പീഡനമേറ്റ് ജീവിതം നഷ്ടപ്പെട്ട, നീതി കിട്ടാത്ത മനുഷ്യന്റെ ഹൃദയവേദനകളാണ് ഇന്നലെ ചർച്ച ചെയ്യേണ്ടത്. ആ ഹൃദയവേദനകൾക്ക് പകരം സാങ്കേതികത്വത്തിന്റെയും ചരിത്രത്തിന്റെയും കൂട്ടുപിടിച്ച് ഞങ്ങളെക്കാളും ഭീകരത ചെയ്തിട്ടില്ലേ? നിങ്ങൾ ചെയ്ത ഭീകരത വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ഭീകരത, ഞങ്ങളുടെ ചെയ്തികൾ എത്രയോ ചെറുത് എന്ന് പറഞ്ഞ് സമർത്ഥിച്ച് വിജയിക്കുകയാണോ ആവശ്യം? അത്തരം ഒരു വിജയമാണോ ഈ പുതിയ കാലഘട്ടത്തിൽ ഈ വിഷയങ്ങൾ, ഈ CCTV വിഷ്വൽസ് വരുമ്പോൾ കേരള സമൂഹം ഈ സർക്കാരുകളോട്, ഈ പറഞ്ഞ സംവിധാനത്തോട് ആവശ്യപ്പെടുന്നത്? മുഖ്യമന്ത്രിയിൽ നിന്ന് ഈ പറഞ്ഞ ജോയലിന്റെ പിതാവ് ജോയിക്കുട്ടി പറയുന്നത് കേട്ടില്ലേ? എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രി പോലീസുകാർ എഴുതി കൊടുത്ത് അതേപടി വായിച്ചു. അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹം മരിക്കുന്നത് വരെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് വേർപ്പൊഴുക്കിയ മനുഷ്യനാണ്, അടികൊണ്ട മനുഷ്യനാണ്. അവസാനം ചുവപ്പ് പുതച്ച് മരിക്കുമ്പോ ആ അച്ഛന്റെ ഉള്ളിലെ കണ്ണീര്, എന്നിട്ടും ആ ചുവപ്പിനെ പ്രതിനിധീകരിക്കുന്ന സർക്കാരിൽ നിന്ന് അനുതാപത്തിന്റെ ഒരു വാക്ക്, പിന്തുണയുടെ ഒരു സമീപനം ഉണ്ടാകുന്നില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്തഫ, ആ മനുഷ്യന് ഒരിക്കലും പൊറുക്കാൻ കഴിയില്ല, ഒരിക്കലും സഹിക്കാനും കഴിയില്ല. ആ മനുഷ്യൻ മരിക്കുവോളം ആ നീറ്റലുണ്ടാവും. നമ്മൾ കുറെ കൂടി ഈ പ്രത്യയശാസ്ത്രത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ആ തിമിരക്കാഴ്ചകളിൽ നിന്ന്, അന്ധതയിൽ നിന്ന് കുറെ കൂടി മാനവികതയിലേക്കും മനുഷ്യത്വത്തിലേക്കും വരാനുള്ള ഒരു പുതിയ കാല പ്രത്യയശാസ്ത്രം ആത്യന്തികമായി രാഷ്ട്രീയത്തിലേക്ക് മനുഷ്യന് വേണ്ടിയാണല്ലോ ശ്രീ ജോർജ് പൊടിപാറ. മനുഷ്യനെ നിഷേധിച്ചുകൊണ്ട് ഒരു പ്രത്യയശാസ്ത്രം അങ്ങനെയൊന്നും പറയുന്നില്ല. അത് പ്രത്യയശാസ്ത്രത്തിന്റെ കൂട്ടുപിടിച്ചും അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതല്ല കാര്യം. ഇതൊരു സൗകര്യത്തിന് വേണ്ടി ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങൾ ഭരണാധികാരികളാണ്, ഞങ്ങൾക്ക് അധികാരമുണ്ട്, അധികാരം ഉപയോഗിച്ച് വേണ്ടവർക്കൊപ്പം നിൽക്കാനും ഞങ്ങൾക്ക് വേണ്ടവർക്കൊപ്പം നിൽക്കാനും ഞങ്ങൾക്ക് തള്ളേണ്ടവർക്ക് തള്ളാനും ഒക്കെ ഉള്ളതാണ് അധികാരം എന്നുള്ളതാണ്. ശ്രീ VPP മുസ്തഫ, ഇനിയും ഈ ജോയ്ക്കുട്ടിയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്, അങ്ങിലേക്ക് വരാം. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇന്നലെ സഭയിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ട പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം, പക്ഷേ പ്രതിപക്ഷം പൂർണ്ണമായും പരാജയപ്പെടുകയായിരുന്നു വാദങ്ങൾ മുന്നോട്ട് നിരത്തുന്നതിൽ. അതിൽ ഭരണപക്ഷമാണ് വിജയിച്ചത് തിരിച്ചടിക്കുന്നതിൽ എന്നുള്ള വിലയിരുത്തൽ ചിലരെങ്കിലും നടത്തുന്നുണ്ട്. അങ്ങേക്ക് അതിനുള്ള മറുപടി നൽകാം. അതോടൊപ്പം ഈ പറഞ്ഞ മരിച്ചത് DYFI മേഖലാ സെക്രട്ടറിയാണ്. ഒരു കേസിന്റെ കാര്യമാണ്. DYFI മേഖലാ സെക്രട്ടറിക്ക് ആ കേസ് എന്ന് പറയുന്നത് പെറ്റി കേസാണ്. പെറ്റി കേസിൽ എന്താണ് ആ യുവാവിനെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടത് എന്നത് ആ ദൃശ്യങ്ങൾ അവിടെ തെളിവായി കിടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും VPP മുസ്തഫയ്ക്ക് ഏത് തരത്തിലുള്ള ക്ലെയിമുകളും റേസ് ചെയ്യാനുള്ള അവകാശം നമ്മുടെ രാജ്യത്തുണ്ട്. പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങളുടെ പ്രാധാന്യം എന്താണ് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട്. CPM അത് ആക്രോശിച്ച് ജയിച്ചെന്നോ ആക്രോശിച്ച് തോറ്റെന്നോ ഒന്നുമല്ല വാദം. അടിസ്ഥാന പ്രശ്നം എന്താണ്? ഇപ്പോൾ ജോയ്ക്കുട്ടി പറഞ്ഞ ആ വിഷയം, ജോയ്ക്കുട്ടിയുടെ ഒരു വേദന നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു ഇഷ്യൂ, അദ്ദേഹത്തിൻ്റെ മകൻ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നതിൻ്റെ ബോധ്യമാണ് പറഞ്ഞത്. ആ ബോധ്യത്തിൻ്റെ മേൽ അത് പോലീസ് നടത്തിയ ഒരു കൊലപാതകമാണ് എന്ന ബോധ്യം ആ അച്ഛനുണ്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരിക്കുണ്ട്, നേരിട്ട് കണ്ട പലർക്കുണ്ട്. അത് CCTVയിൽ അവൈലബിളുമാണ്. ആ CCTV ദൃശ്യങ്ങൾ പുറത്തു വരരുതെന്ന് പോലീസ് ആഗ്രഹിക്കുന്നു. കൊല്ലപ്പെട്ട ആ വ്യക്തി, അദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അത് ഹാർട്ട് അറ്റാക്കാണ് എന്ന് പോലീസും ഒക്കെ തീരുമാനിക്കുന്നു. നേരിട്ട് കണ്ട അച്ഛന് അല്ല എന്ന് ബോധ്യമുണ്ട്. അതിൻ്റെ മറുപടി പോലീസിൻ്റെ വെർഷൻ നിയമസഭയിൽ വന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി കാണിച്ച ലാഘവമുണ്ട്. ആ ലാഘവം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരിക്കലും ഒരു അത്രയും അങ്ങനെ വളരെ എന്തെഴുതി കൊടുത്താലും വായിക്കുന്നവനാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അതേ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള, രാഷ്ട്രീയ പരിചയമുള്ള ആളാണ്, കാലങ്ങളോളം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ അവസ്ഥ, സ്വന്തമായി അനലൈസ് ചെയ്ത് ഒരു വിഷയത്തിനെ അനലിറ്റിക്കലായിട്ട് പറയാൻ കഴിയുന്നൊരു സാഹചര്യം അദ്ദേഹത്തിന് ഇല്ല എന്നെനിക്ക് സംശയം തോന്നുന്നു. കാരണം കൊല്ലപ്പെട്ടതൊരു DYFIയുടെ സഖാവാണ്. പാർട്ടി പതാക പുതച്ച് അടക്കം ചെയ്ത ആളാണ്. ആ മനുഷ്യനെ കൊന്നത് പോലീസാണെന്ന് അച്ഛൻ പറയുന്നു. അതിൻ്റെ CCTV ഒന്ന് കാണണ്ടേ മുഖ്യമന്ത്രിക്ക്? പോലീസ് പറയുന്നത് അതുപോലെ പറഞ്ഞാൽ മതിയോ? ആ സഖാവിനെ കൊന്ന പോലീസുകാരെ പിന്തുണയ്ക്കാൻ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നു. കുറച്ചു മുമ്പ് സ്മൃതി തന്നെ പറഞ്ഞു, ആ സ്ഥലത്തു നിന്നുള്ള, അതായത് പാർട്ടി പതാക പുതപ്പിച്ച് ശവസംസ്കാരം നടത്തിയ ആ ചെറുപ്പക്കാരൻ്റെ നാട്ടിലുള്ള പാർട്ടിക്കാർ വന്ന് പറയുന്നു, ഞങ്ങൾ പണ്ട് തന്നെ ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായിരുന്നു. എന്തൊരവസ്ഥയാണ്! അതായത് പാർട്ടിയുടെ, CPM പാർട്ടിയുടെ ഒരു B ടീം ഗുണ്ടാ ടീമായി ഒരു പോലീസ് സംഘം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ട ആളുകളെ
നമ്മളതാ പറഞ്ഞ് കൊടിസുനിയെ പിന്തുണയ്ക്കുന്നത് പോലെ പിന്തുണയ്ക്കാനുള്ള ബാധ്യസ്ഥത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കുണ്ടോ എന്ന് ഞാൻ സംശയിക്കാം. ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാൻ ഈ ഗവൺമെൻറ്റിനെ ഡിഫെൻഡ് ചെയ്യുക, അതായത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഗവൺമെൻറ്റിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സർക്കാർ അഭിഭാഷകനായിരുന്നു. അങ്ങനെ ഒരു കോടതിയിൽ പോലീസിൻ്റെ വെർഷൻ ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഒരു റിട്ടയർഡ് ജഡ്ജ് എന്നോട് പറഞ്ഞു, ഞാൻ പോലീസിൻ്റെ വെർഷൻ ചില കാര്യങ്ങളിൽ പോലീസിനെ കൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യിക്കണമെന്ന് പറയുമായിരുന്നു, പോലീസ് ഹരാസ്മെൻറ്റ് ഇഷ്യൂസിൽ. അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റിനെ ഡിഫെൻഡ് ചെയ്യല്ലേ, നിങ്ങൾ പോലീസിനെ കൊണ്ട് എന്തിനാ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യും, കോടതി പറയാതെ തന്നെ ഫയൽ ചെയ്യണമെന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു. കാരണം എൻ്റെ വെർഷൻ ഇതാണ്, ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നത് സ്റ്റേറ്റിനെയാണ്, എൻ്റെ സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ്റിനെയാണ്, എൻ്റെ ഗവൺമെൻറ്റിനെയാണ് ഡിഫെൻഡ് ചെയ്യുന്നത്. ഗവൺമെൻറ്റിനെ മോശമാക്കുന്ന പോലീസ് ഓഫീസറെ അല്ല ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നത്. ഞാൻ ഡിഫെൻഡ് ചെയ്യേണ്ടത് എൻ്റെ സംസ്ഥാന സർക്കാരിനെയാണ്. സർക്കാരിനെ മോശപ്പെടുത്തുന്ന ഒരു പോലീസ് ഓഫീസർ, ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു ഓഫീസർ 5 ഹരാസ്മെൻറ്റ് പെറ്റീഷനാണ് കോടതിയുടെ മുമ്പിൽ വന്നത് പലപ്പോഴായിട്ട്. ഇതെല്ലാം ഞാൻ തന്നെയാണ് കാണുന്നത്. ഇയാൾ ഓരോ പരാതി കാണുമ്പോഴും അതിൻ്റെ എവിഡൻസസ് കാണുമ്പോൾ കുഴപ്പമാണെന്ന് എനിക്ക് ബോധ്യമാണ്. ഞാൻ ഡിഫെൻഡ് ചെയ്തത് എൻ്റെ സംസ്ഥാന സർക്കാരിനെയാണ്, ഞാൻ ഈ പോലീസുകാരനെ അല്ല ഡിഫെൻഡ് ചെയ്യേണ്ടത്. പക്ഷേ മുഖ്യമന്ത്രി അത് അനലൈസ് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്നു. ഒന്നുകിൽ കുറച്ച് കാലങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് അനലൈസ് ചെയ്യേണ്ട എന്ന കാഷ്വൽ അപ്രോച്ച് ആയിരിക്കാം, അല്ല അനലൈസ് ചെയ്യാനുള്ള എബിലിറ്റി നഷ്ടപ്പെട്ടിട്ടായിരിക്കാം. എന്തായിരുന്നാലും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വരുന്ന ജനകീയ പ്രശ്നങ്ങളെ, ജനങ്ങളുടെ വിഷയത്തെ, ജനങ്ങളുടെ വേദനകളെ, വ്യഥകളെ ശരിയായ രീതിയിൽ അനലൈസ് ചെയ്യുകയും നമ്മുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബ്യൂറോക്രാസിയും പോലീസും ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അട്രോസിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി എന്ന പദവിയിലും മന്ത്രിമാർ എന്ന പദവിയിലും ഇരിക്കുന്നുള്ള ബോധ്യം അദ്ദേഹത്തിന്. ഈ ക്യാബിനറ്റിൻ്റെ പൊതുവായ പ്രശ്നമാണ് 2 or 3 ആളുകൾ ഒഴിച്ചിട്ട് ബാക്കിയുള്ളവരുടെയൊക്കെ അവസ്ഥ. ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ സ്മൃതി, ഏതായാലും ഇപ്പോൾ അടുത്തൊരു അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇന്നലെ സഭയിൽ പ്രതിപക്ഷം ഈ ഭരണപക്ഷത്തു നിന്നും ഉയരുന്ന നിങ്ങളുടെ കാലത്തെ UDF കാലത്തെ അതിക്രമങ്ങളെക്കുറിച്ച്, അത് മാറാട് കലാപത്തെ പോലീസ് നേരിട്ട വിഷയമുണ്ട്, അതോടൊപ്പം മുത്തങ്ങയുണ്ട്, ശിവഗിരിയിലെ പോലീസ് അതിക്രമമുണ്ട്, ഇതേക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി സഭയിൽ പറയാത്തത് കൊണ്ടാണോ 21 വർഷം മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ച AK ആന്റണി ഇത് വാർത്താ സമ്മേളനം നടത്തി തൻ്റെ കാലത്തെ കാര്യങ്ങൾ അദ്ദേഹത്തിന് തന്നെ വിശദീകരിക്കേണ്ടി വന്നത്? ഞാൻ ഇതിൻ്റെ ഒരു നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു സ്ട്രാറ്റജിക് അപ്രോച്ച് നിയമസഭയിൽ എടുത്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. AK ആന്റണി ഏറ്റവും ബഹുമാന്യനായ നേതാവാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം ഒരിക്കലും ഒരു അട്രോസിറ്റിക്ക് കൂട്ടുനിൽക്കാത്ത കേരളത്തിൻ്റെ ഏറ്റവും ബഹുമാന്യനായ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്തില്ല എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സഭയിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നിലവിൽ നടക്കുന്ന പോലീസ് അട്രോസിറ്റിയെക്കുറിച്ചാണ്. അതിൻ്റെ മറുപടി മുഖ്യമന്ത്രി പ്രോപ്പറായി പറഞ്ഞില്ല എന്നുള്ളതാണ്. അത് വഴിതിരിച്ച് വിടാനും മറ്റ് ചില ഉദ്ദേശങ്ങളോട് കൂടി അതിനെ ധ്രുവീകരണ രാഷ്ട്രീയം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മാറാടെന്നും ശിവഗിരിയെന്നും ഒക്കെ എടുത്ത് പറഞ്ഞ് ചർച്ച അതിലേക്ക് കൊണ്ടുപോകാനുള്ള അറ്റംപ്റ്റ് നടത്തിയപ്പോൾ പ്രതിപക്ഷം ബുദ്ധിപരമായിട്ടല്ല, അതാണ് അതിന് ശരിയായ രീതിയിൽ നിലവിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ മെഡിക്കൽ ഫീൽഡിലെ ഇഷ്യൂസ് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ മെഡിക്കൽ ഫീൽഡിൽ വലിയ ഭയങ്കരമായ PR വർക്ക് നടക്കുകയാണ്. ഇന്ന് സഭയിൽ അതായിരുന്നല്ലോ. ഞാൻ മുഹമ്മദ് ഷാ, ഞാൻ ബാക്കിയുള്ളവർക്ക് നമ്മുടെ സമയം കുറവും ആൾ കൂടുതലുമാണല്ലോ. ശ്രീ ദാമോദർ പ്രസാദ്, പോലീസിന്റെ അതിക്രമങ്ങൾ ഇന്നലെ ചർച്ച ചെയ്യപ്പെട്ടു. അതിൽ പ്രതിപക്ഷം പല കാര്യങ്ങളും കൊണ്ടുവരുന്നു. അതിന് മുഖ്യമന്ത്രി നീണ്ട മറുപടി ഓരോന്നായി എണ്ണി പറയുന്നുണ്ട്. അത് പോലീസ് നൽകിയ റിപ്പോർട്ട് വിശദീകരിക്കലായിട്ടാണോ അങ്ങേക്ക് അനുഭവപ്പെട്ടത്? പ്രതിപക്ഷം അതിന് നൽകിയ മറുപടി പോരാഞ്ഞിട്ടാണോ ഇന്ന് AK ആന്റണി തന്നെ തൻ്റെ കാലത്തെ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാൻ പുറപ്പെട്ടത്? അത് പുറപ്പെടുമ്പോൾ ശിവഗിരിയുടെ കാര്യമായാലും മുത്തങ്ങയുടെ കാര്യമായാലും അതിൽ ഖേദിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു വാർത്താ സമ്മേളനം നടത്തേണ്ടിയിരുന്നു എന്ന ചോദ്യം കൂടിയുണ്ട്. സ്മൃതി, കേരളത്തിലും എവിടെയും ഇന്ത്യയിലും നിലനിൽക്കുന്ന ജനാധിപത്യ സർക്കാരാണ്. പോലീസിൻ്റെ മനോവീര്യം സംരക്ഷിക്കുക എന്നല്ല ജനാധിപത്യ സർക്കാരിൻ്റെ പ്രാഥമികവും എല്ലാ തരത്തിലും ഉത്തരവാദിത്തം. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ മനോവീര്യം സംരക്ഷിക്കാൻ തെറ്റിദ്ധാരണ VP മുസ്തഫയ്ക്കുണ്ട്, സംശയം എനിക്കുണ്ട്. അതുമല്ല കമ്മ്യൂണിസം. അപ്പോൾ പോലീസിൻ്റെ മനോവീര്യം സംരക്ഷിക്കുക എന്നല്ല ജനാധിപത്യ സർക്കാർ. അതുപോലെ തന്നെ ഈ വലതുപക്ഷം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷം തോറ്റമ്പി, പ്രതിപക്ഷങ്ങൾ മൂലക്കിരുത്തി, അതല്ല ഉത്തരവാദിത്തപരമായിട്ട് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തം. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ഉയർന്നു പറഞ്ഞാൽ പോലീസ് അട്രോസിറ്റിയെ ബന്ധപ്പെട്ട പോലീസ് അട്രോസിറ്റിക്ക് ദീർഘചരിത്രമുണ്ട്. UDF ഉത്തരവാദിത്തമാണ്. 57 കണ്ണൂർ സർക്കാർ ചന്ദനത്തോപ്പ് വെടിവെപ്പ് മുതൽ തന്നെ പോലീസ് അട്രോസിറ്റീസ് ദീർഘചരിത്രമുണ്ട്. വിമത സമരത്തിൻ്റെ ഒരു ഘടകം തന്നെ പോലീസ് അട്രോസിറ്റീസ് ആയിരുന്നു. അപ്പോൾ ദീർഘചരിത്രമുണ്ട്.
പക്ഷേ 2025 ഈ മറുപടിയാണ് പറയാൻ നിൽക്കുന്നത്. പിന്നെ 10 വർഷം ഭരിച്ചു. ജനാധിപത്യപരമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ, പൗരസമൂഹത്തിൻ്റെ പൗരാവകാശങ്ങൾ നിലനിർത്താൻ ബാധ്യതപ്പെട്ട സർക്കാർ, ബാധ്യതപ്പെട്ട മുഖ്യമന്ത്രി, പോലീസ്. നമ്മൾ അലന്താഹയുടെ വിഷയത്തിൽ നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും. മുഖ്യമന്ത്രിയുടെ ചിരിയും ചായ കുടിക്കാൻ പോയേ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ തരം മനുഷ്യാവകാശത്തെക്കുറിച്ച് തരിമ്പും മാനവികമായ ബോധമില്ലായ്മയുടെ ഒരു പ്രകടനമായിട്ട് നമുക്കത് കണ്ടുവരും. ഇതാണ് ഇവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഒരു പിതാവിൻ്റെ വിഷമം, അത് ബോധ്യമെന്ന് പറഞ്ഞാലും അതിനകത്തൊരു വസ്തുതയുണ്ട്. എന്താണ്? പോലീസ്, ഒരു ക്രിമിനൽ പോലീസ് ആ ചെറുപ്പക്കാരനെ മർദ്ദിച്ചു എന്നുള്ളത് വസ്തുതയാണല്ലോ. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വസ്തുതകൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല? അതായത് ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യതപ്പെട്ട പോലീസിൻ്റെ ഈ അട്രോസിറ്റീസ്, പ്രകടമായ മനുഷ്യാവകാശ ലംഘനം, ഭീകരത, അടിയന്തരാവസ്ഥ കാലത്ത് ഓർമ്മിക്കുന്ന ഭീകരത, ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ നടപടിയെടുക്കാൻ, ഇതിനെതിരെ നടപടിക്കാനും അതിന് അതായത് പൗരസമൂഹത്തിന് മറുപടി കൊടുക്കാനും ബാധ്യതപ്പെട്ട സർക്കാരാണ്. പ്രതിപക്ഷം സസ്പെൻഷനുണ്ട്, സ്ഥലം മാറ്റമുണ്ട്, ചിലരുടെ കാര്യത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇതാണ് നടപടിയായി മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ. ഈ നടപടിക്രമം പറയാൻ എളുപ്പമാണല്ലോ. നടപടിക്രമം എപ്പോഴും പറയാൻ എളുപ്പമാണ്. രണ്ടാമത്തെ കാര്യം, ഏക്കാനയുടെ കാര്യം അദ്ദേഹം പറയുന്നു. വളരെ ശരി. കാര്യം മുത്തങ്ങ ജനം ശിക്ഷിച്ചതാണ്. മുത്തങ്ങയുടെ വെടിവെപ്പ് കൈനടിച്ചാലാണ് പുറത്തു കൊണ്ടു. നമ്മൾ കേരളത്തിലെ പൗരസമൂഹം അതിനെതിരെ പ്രതികരിക്കുകയും മുത്തങ്ങയുടെ ക്ഷീണം ഏക്കണ്ണിയും UDF സർക്കാർ അനുഭവിച്ചാണ്. ഈ സർക്കാർ അനുഭവിക്കും. ഈ മനുഷ്യാവകാശ ലംഘനം തുടരുകയാണെങ്കിൽ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അത് അനുഭവിക്കാൻ സംശയമില്ല. അത് അനുഭവിച്ചാണ്. മാറാട് അനുഭവിച്ചതാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇതിനൊക്കെ ശിക്ഷിച്ചിട്ടുണ്ട്, ജനം ശിക്ഷിച്ചിട്ടുണ്ട്. ഇത് കണ്ടിരിക്കുന്നില്ല. ഇത് കണ്ട് ഈ മറുപടി കേട്ട് തൃപ്തിയടയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷേ പൊതുജനം ഇത് കേട്ട് തൃപ്തിയടയുന്നില്ല. ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇത്. അതുപോലെ എന്താ കരുണാനും ഓർക്കാതിരുന്നത്? അതാണ് അത്ഭുതപ്പെടുന്നത്. കേരളത്തിൽ മുഖ്യമന്ത്രി കരുണാനും ഓർക്കണ്ടേ? അടിയന്തരാവസ്ഥക്കാലം ഓർക്കണ്ടേ? ഏക്കേണ്ടി മാത്രം ഓർത്താൽ പോരല്ലോ. അപ്പോൾ അത് തന്നെ ഈ കോൺഗ്രസിനകത്തൊരു ധ്രുവീകരണത്തെക്കുറിച്ചായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വർത്തമാന സ്ഥിതി, അതായത് ജോർജ് സാർ എന്ന വർത്തമാനം, നമ്മുടെ മുന്നിൽ ജോർജ് സാർ എന്ന വർത്തമാനകാല പോലീസിനെ ക്രിമിനൽ പോലീസ്, അതിഭീകരമായ പോലീസ്, സമൂഹം ബഹിഷ്കരിക്കേണ്ട പോലീസ്, ഈ ക്രിമിനൽ പോലീസ് സമൂഹം ബഹിഷ്കരിക്കണം. അത്തരം പോലീസിൻ്റെ അട്രോസിറ്റീസ് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതിനെതിരെ ഇങ്ങനെ നിസ്സംഗമായി പ്രതികരിക്കുകയാണോ? ഈ നിസ്സംഗമായിട്ടാണ് പ്രതികരിക്കേണ്ടത്. നടപടിക്രമങ്ങൾ പറയാൻ എളുപ്പമാണ്. പക്ഷേ ജനാധിപത്യ സർക്കാരിൻ്റെ ഇത് UP-യിലെ പോലീസിന് സമാനമായ സ്ഥിതിയാണ്. ബുൾഡോസർ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഭീകരത നടക്കുന്നത് എന്ത് അതിക്രമം. അതായത് സത്യം പോയി, അതായത് ഇവിടെ ഈ നമ്മുടെ പിതാവ് പറഞ്ഞ് നമ്മളെല്ലാവരും തലകുനിച്ചിരുന്ന് കണ്ടതാണ്. എനിക്ക് തോന്നുന്നു VP പുസ്തകം അദ്ദേഹത്തിന് സഹാനുഭൂതിയും കരുണയൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം പതറിപ്പോയി. അതുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി പറയുന്നതിൽ ചെറിയ തരത്തിൽ പ്രശ്നം ഉണ്ടായത്. നമ്മളെല്ലാവരും പതറിപ്പോവും. ഇതാണ് നമ്മുടെ യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇതിനെതിരെ നിലപാടെടുക്കാനാണ് ഈ സർക്കാർ, ജനാധിപത്യ സർക്കാർ ബാധ്യതപ്പെട്ടത്. അല്ല പ്രതിപക്ഷം തോറ്റമ്പി, പ്രതിപക്ഷം മൂലക്കിരിച്ചു. അതൊക്കെ എന്ത് ജനാധിപത്യ മറുപടിയാണ്? അപ്പോൾ ഇതാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന മറുപടി, നടപടിയാണ് ഈ പോലീസിനെതിരെ, ക്രിമിനൽ പോലീസിനെതിരെ. ആരാണ് സ്കോർ ചെയ്തത് എന്നതിൽ തർക്കം, ഞങ്ങൾ നന്നായി സ്കോർ ചെയ്തു, അവർ തോറ്റുപോയി എന്ന് പറയുകയാണോ ഈ വിഷയത്തിൽ എടുക്കേണ്ട ഒരു സമീപനം എന്നൊരു ചോദ്യമുണ്ട്. ഇതൊരു രീതിയാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സർക്കാരുമായി ബന്ധപ്പെട്ട് എന്ത് പരാതികൾ, എന്ത് ആരോപണങ്ങൾ ഉയരുമ്പോഴും ഉടനെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ, കഴിഞ്ഞതിൻ്റെ സർക്കാരിൻ്റെ എന്ന് പറയേണ്ടി വരുമല്ലോ, സർക്കാരിൻ്റെ കാലത്തെ കുറേ കണക്കുകളും രേഖകളും വളരെ പെട്ടെന്ന് കിട്ടും. അതേസമയം തൊട്ട് മുൻപത്തെ ദിവസം നമ്മുടെ സർക്കാർ എന്തു ചെയ്തതിൻ്റെ രേഖകളിലേക്ക് എത്താൻ കുറച്ച് സമയമെടുക്കും. ഇത് നമ്മൾ ആരോഗ്യമന്ത്രിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ മരിച്ച സമയത്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊരു സ്ഥിരം രീതിയായി മാറിയിരിക്കുന്നു. ഇപ്പോൾ സഭയിലായാലും കഴിഞ്ഞ UDF സർക്കാരുകളുടെ കാലത്തെ കണക്കാണ് അവിടെ അവതരിപ്പിക്കുന്നത്. ഇനി ആ കണക്കുകൾ ആകട്ടെ അത് ഗുരുതരമായ വിഷയങ്ങളാണ്. നേരത്തെ ശ്രീ ദാമോദർ പ്രസാദ് പറഞ്ഞതുപോലെ മുത്തങ്ങയൊക്കെ ആ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇടികൊണ്ട് മുഖം വീർത്ത ജാനുവിൻ്റെ മുഖം ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലുണ്ടല്ലോ. അവിടെ നടന്ന പോലീസ് നടന്നതായിട്ട് ദൃശ്യങ്ങളായി കൈരളി ചാനലിൽ അത് കാണിക്കുമ്പോൾ ഞാനും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ആ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിനുശേഷം എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? ആ ഭൂമി അവർക്ക് ആദിവാസികൾക്ക് കിട്ടിയോ എന്ന ചോദ്യമാണ് ഇന്നിപ്പോൾ AK ആന്റണി ചോദിക്കുന്നത്. അന്ന് ഞാൻ ചെയ്തും അതാണ്, എനിക്കത് ചെയ്യേണ്ടി വന്നു, അത് ഞാൻ നേരിട്ട് ചെയ്തതല്ല, കേന്ദ്ര സർക്കാർ നിർബന്ധമുണ്ടായിരുന്നു എന്നുള്ള പ്രതികരണമൊക്കെ നടത്തി ഖേദപ്രകടനം നടത്താൻ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു. ഇപ്പോൾ നമുക്ക് ഇതാകെ തുകയായിട്ട് എന്താണ് മനസ്സിലാക്കേണ്ടത് ശ്രീ ജോർജ് പൊടിപാറ? പോലീസ് ഇങ്ങനെയാണ്, പോലീസിന് മുന്നിൽ ഭരണകൂടം നിസ്സഹായരാണ് എന്നാണോ? യഥാർത്ഥത്തിൽ ഈ വിഷയം നമ്മുടെ മനസ്സിലേക്ക് തരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിലേക്ക് ഇട്ട് തരുന്നത് എന്താണ്? അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലമായി, 75 വർഷം അല്ലെങ്കിൽ അത്രയും കാലം കഴിഞ്ഞിട്ടും അതിലേറെ കാലമായിട്ടും നമ്മുടെ പോലീസ് ഇപ്പോഴും ആ പഴയ ബ്രിട്ടീഷ് പോലീസായിട്ട് നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ,
അല്ലെങ്കിൽ പോലീസ് വെറും മർദ്ദനോപകരണം മാത്രമായിട്ടാണ് നിലനിൽക്കുന്നത് എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് സമ്മതിക്കേണ്ടി വരുന്നൊരവസ്ഥ. അതായത് കുറെ പുഴുക്കുത്തുകളുണ്ട്, കുറെ കൊളോണിയൽ ഹാങ് ഓവർ ഉള്ള പോലീസ് ഉണ്ട്. യഥാർത്ഥത്തിൽ വിഷയം എന്താണ്? ഇന്നും പോലീസ് സ്റ്റേഷനുകളിൽ മനുഷ്യാവകാശങ്ങൾ ചവിട്ടി മെതിക്കപ്പെടുന്നു. മനുഷ്യത്വരഹിതമായ സമീപനം ആ പോലീസ് സ്റ്റേഷനിലെത്തുന്ന നിസ്സഹായരായ നിരപരാധികളായ മനുഷ്യർക്ക് നേരിടേണ്ടി വരുന്നു. ആ മനുഷ്യർ നീതിക്ക് വേണ്ടി കരയുമ്പോൾ അതിനെ സാങ്കേതികത്വം പറഞ്ഞ് അവർക്ക് നീതി നിഷേധിക്കുന്നു. ഇതല്ലേ ജോയലിന്റെ പിതാവ് ഇപ്പൊ ജോയിക്കുട്ടി നമ്മളോട് പറയുന്നത്? ഇതല്ലേ സുജിത്ത് കുന്നംകുളത്തേറ്റ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ നീണ്ട 3 വർഷത്തിലധികത്തെ പോരാട്ടത്തിന് ശേഷമാണ് ആ ആ വിഷ്വൽസ് ആ CCTV വിഷ്വൽസ് കിട്ടുന്നത്. ഇതേപോലെ തന്നെ ഇരുകരണത്തും അടിയേറ്റ പട്ടിക്കാട്ടെ ഹോട്ടലോടം ഔസേപ്പിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും എത്ര നാൾ നീണ്ട പോരാട്ടത്തിന് ശേഷമാണ് ആ വിഷ്വൽസ് കിട്ടുന്നത്. വിവരാവകാശ നിയമപ്രകാരം പോലീസ് സ്റ്റേഷനുകളിലെ മർദ്ദനത്തിന്റെ മുഴുവൻ ദൃശ്യങ്ങളും ഈ വിഷ്വൽസ് CCTV-യിൽ പകർത്തണം. അവിടുത്തെ മുഴുവൻ കാര്യങ്ങളും CCTV-യിൽ പകർത്തണമെന്ന് സുപ്രീം കോടതി ഉത്തരവുണ്ട്. പക്ഷെ അത് എങ്ങനെ ആ ദൃശ്യങ്ങൾ നൽകാതിരിക്കാം എന്ന് റിസർച്ച് നടത്തുന്ന ഒരു സർക്കാരും ആ സർക്കാരിന്റെ കീഴിലുള്ള പോലീസും അതിനെ സാധൂകരിക്കുന്ന മുഖ്യമന്ത്രിയും എന്ത് ജനാധിപത്യത്തെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്? എന്ത് മനുഷ്യാവകാശത്തെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്? എന്ത് മാനവികതയെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്? എന്ത് അവകാശമുണ്ട് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകളാണെന്ന് പറയാൻ? മുസ്തഫ, എനിക്ക് താങ്കളെ കുറിച്ച് ഒരുപാട് ഇത്തരം കാര്യങ്ങളിൽ കുറെ കൂടി മനുഷ്യത്വം കാണിക്കുന്ന, മാനവികമായി ചിന്തിക്കുന്ന ഒരാളാണ് താങ്കൾ. എനിക്ക് നല്ല ബോധമുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളില് ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരന്റെ ഹൃദയമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ജോയലിന്റെ പിതാവ് ജോയിക്കുട്ടിയുടെ വാക്കുകളോട് അങ്ങ് ഇത്രയും നിസ്സംഗമായിട്ട് പ്രതികരിക്കരുത്. കാരണം അതൊരച്ഛന്റെ നെഞ്ചിൽ നിന്ന് നീറി പുകഞ്ഞു പുറത്തു വരുന്ന ആ മുറിവിന്റെ വേദന, ചോരയൊലിക്കുന്ന ആ ഹൃദയമാണ് അദ്ദേഹത്തിൻ്റെത്. ആ ചോരയൊലിക്കുന്ന ഹൃദയത്തിൽ നിന്നാണ് ഈ വാക്കുകൾ വരുന്നത്. അതിനെ നമുക്ക് ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ, ഒരു സാങ്കേതികത്വത്തിന്റെയോ പോലീസിന്റെ വെറും സാങ്കേതികമായ വിശദീകരണത്തിന്റെയോ, മുഖ്യമന്ത്രിയുടെ പോലീസ് വെർഷൻ മാത്രം വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തുന്ന അത്തരം ഒരു വിശദീകരണം കൊണ്ട് നീതീകരിക്കാൻ പറ്റില്ല. ഇത് മനുഷ്യന്റെ കാര്യമാണ്, മക്കളുടെ കാര്യമാണ്. മകനെ നഷ്ടപ്പെട്ട പിതാവിന്റെയും അമ്മയുടെയും ഒരച്ഛന്റെയും വിലാപമാണ്. അത് സുജിത്തും അതുപോലെ തന്നെ ഔസേപ്പും നമ്മളീ കണ്ട മനുഷ്യരെല്ലാം അനുഭവിക്കുന്ന അതിനെയാണ്. അതിന് നിയമസഭയിൽ ആര് ജയിച്ചു, ആര് തോറ്റു? ഞങ്ങൾ സാങ്കേതികത പറഞ്ഞ്, ഞങ്ങൾ കുറെ കണക്കുകൾ പറഞ്ഞ്, കഴിഞ്ഞ സർക്കാരിന്റെ ആ ചെയ്തികളുടെ, അവരുടെ ക്രൂരതകളുടെ കഥകൾ പറഞ്ഞ് ജയിച്ചു, മറ്റവരെ തോൽപ്പിച്ചു. ഇതിലൊക്കെ മാധ്യമങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. സ്മൃതി, നമ്മൾ അടക്കമുള്ള മാധ്യമങ്ങളും ഇപ്പൊ അഭിരമിക്കുന്ന എന്തിനാ? അതായത് ഇത്തരം കാര്യങ്ങളിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതാണോ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയം? യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയം, യഥാർത്ഥ വിഷയത്തിൽ ഈ മനുഷ്യർക്ക്, ഈ പീഡനം അനുഭവിച്ച, ക്രൂരത അനുഭവിച്ച, ജീവിതം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ഈ സാങ്കേതികത്വം ഒരു ന്യായമായിട്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആശ്വാസം പകരൂ. മറിച്ച് അവരനുഭവിച്ച ആ വേദനയ്ക്ക്, അവരനുഭവിച്ച നഷ്ടത്തിന് യഥാർത്ഥത്തിൽ ഈ സർക്കാർ ചെയ്യേണ്ടത് എന്താണ്? അവരോടൊപ്പം നിൽക്കുക എന്നതാണ്. ഈ ക്രൂരത ചെയ്ത പോലീസുകാരെ സംരക്ഷിക്കലാണോ നമ്മുടെ ഉത്തരവാദിത്വം? അവരെ ഈ സാങ്കേതികത്വം പറഞ്ഞ്, ന്യായം പറഞ്ഞ്, നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് അവരെ രക്ഷിക്കുകയാണ് ഒരു ജനാധിപത്യ സർക്കാരിന്റെ ഉത്തരവാദിത്വം. അത് കോൺഗ്രസ് ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, ഇടതുപക്ഷം ആവട്ടെ, UDF ആവട്ടെ, ഇതിലൊന്നും ഒരു പ്രശ്നമില്ല. ഇവിടെ മനുഷ്യർക്കൊപ്പം ഒപ്പം നിൽക്കാനുള്ള ഒരു മാനവിക ബോധം, ഒരു മനുഷ്യത്വം യഥാർത്ഥത്തിൽ നമ്മുടെ സർക്കാരുകൾ കാണിക്കണം. അവിടെ പോലീസ് അല്ല പ്രധാനം, മനുഷ്യരാണ് പ്രധാനം. അവർ കമ്മ്യൂണിസ്റ്റുകാരാവട്ടെ, കോൺഗ്രസ്സുകാരാവട്ടെ, നിസ്സഹായരായ നിരപരാധികളായ, നീതിക്ക് വേണ്ടി കേഴുന്ന കരയുന്ന ആ മനുഷ്യർക്കൊപ്പം നിൽക്കാനുള്ള ഒരു ആർജവം നമ്മുടെ സർക്കാരുകൾക്കും നമ്മുടെ മന്ത്രിമാർക്കും നമ്മുടെ ജനപ്രതിനിധികൾക്കും ഇല്ലാതെ പോകുന്നത് എന്തൊരു ഗതികേടാണ്. എന്നിട്ട് ഞങ്ങൾ അവരെ തോൽപ്പിച്ച് മാറാട് കലാപം പറഞ്ഞ്, ഞങ്ങൾ മുത്തങ്ങ പറഞ്ഞ്, ഞങ്ങൾ ശിവഗിരി പറഞ്ഞ് അവരുടെ ആഫീസ് പൂട്ടിച്ചു എന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുന്നതാണോ സത്യം? ഇന്നലത്തെ വിഷയം എന്താ? ഇന്നലത്തെ വിഷയം പോലീസ് സ്റ്റേഷനിൽ പീഡനമേറ്റ് ജീവിതം നഷ്ടപ്പെട്ട, നീതി കിട്ടാത്ത മനുഷ്യന്റെ ഹൃദയവേദനകളാണ് ഇന്നലെ ചർച്ച ചെയ്യേണ്ടത്. ആ ഹൃദയവേദനകൾക്ക് പകരം സാങ്കേതികത്വത്തിന്റെയും ചരിത്രത്തിന്റെയും കൂട്ടുപിടിച്ച് ഞങ്ങളെക്കാളും ഭീകരത ചെയ്തിട്ടില്ലേ? നിങ്ങൾ ചെയ്ത ഭീകരത വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ഭീകരത, ഞങ്ങളുടെ ചെയ്തികൾ എത്രയോ ചെറുത് എന്ന് പറഞ്ഞ് സമർത്ഥിച്ച് വിജയിക്കുകയാണോ ആവശ്യം? അത്തരം ഒരു വിജയമാണോ ഈ പുതിയ കാലഘട്ടത്തിൽ ഈ വിഷയങ്ങൾ, ഈ CCTV വിഷ്വൽസ് വരുമ്പോൾ കേരള സമൂഹം ഈ സർക്കാരുകളോട്, ഈ പറഞ്ഞ സംവിധാനത്തോട് ആവശ്യപ്പെടുന്നത്? മുഖ്യമന്ത്രിയിൽ നിന്ന് ഈ പറഞ്ഞ ജോയലിന്റെ പിതാവ് ജോയിക്കുട്ടി പറയുന്നത് കേട്ടില്ലേ? എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രി പോലീസുകാർ എഴുതി കൊടുത്ത് അതേപടി വായിച്ചു. അദ്ദേഹത്തിന്റെ മകൻ, അദ്ദേഹം മരിക്കുന്നത് വരെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് വേർപ്പൊഴുക്കിയ മനുഷ്യനാണ്, അടികൊണ്ട മനുഷ്യനാണ്.
അവസാനം ചുവപ്പ് പുതച്ച് മരിക്കുമ്പോൾ ആ അച്ഛന്റെ ഉള്ളിലെ കണ്ണീര്, എന്നിട്ടും ആ ചുവപ്പിൽ നിന്ന്, ആ ചുവപ്പിനെ പ്രതിനിധീകരിക്കുന്ന സർക്കാരിൽ നിന്ന് അനുഭാവത്തിന്റെ ഒരു വാക്ക്, അനുതാപത്തിന്റെ ഒരു വാക്ക്, പിന്തുണയുടെ ഒരു സമീപനം ഉണ്ടാകുന്നില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്തഫ, ആ മനുഷ്യന് ഒരിക്കലും പൊറുക്കാൻ കഴിയില്ല, ഒരിക്കലും സഹിക്കാനും കഴിയില്ല. ആ മനുഷ്യൻ മരിക്കുവോളം ആ നീറ്റലുണ്ടാവും. നമ്മൾ കുറെ കൂടി ഈ പ്രത്യയശാസ്ത്രത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ആ തിമിരക്കാഴ്ചകളിൽ നിന്ന്, അന്ധതയിൽ നിന്ന് കുറെ കൂടി മാനവികതയിലേക്കും മനുഷ്യത്വത്തിലേക്കും വരാനുള്ള ഒരു പുതിയ കാല പ്രത്യയശാസ്ത്രം ആത്യന്തികമായി രാഷ്ട്രീയത്തിലേക്ക് മനുഷ്യന് വേണ്ടിയാണല്ലോ. ശ്രീ ജോർജ് പൊടിപാറ, മനുഷ്യനെ നിഷേധിച്ചുകൊണ്ട് ഒരു അതാണ് പ്രത്യയശാസ്ത്രം അങ്ങനെയൊന്നും പറയുന്നില്ല. അത് പ്രത്യയശാസ്ത്രത്തിന്റെ കൂട്ടുപിടിച്ചും അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതല്ല കാര്യം. ഇതൊരു സൗകര്യത്തിന് വേണ്ടി ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങൾ ഭരണാധികാരികളാണ്, ഞങ്ങൾക്ക് അധികാരമുണ്ട്, അധികാരം ഉപയോഗിച്ച് വേണ്ടവർക്കൊപ്പം നിൽക്കാനും ഞങ്ങൾക്ക് വേണ്ടവർക്കൊപ്പം നിൽക്കാനും ഞങ്ങൾക്ക് തള്ളേണ്ടവർക്ക് തള്ളാനും ഒക്കെ ഉള്ളതാണ് അധികാരം എന്നുള്ളതാണ്. ശ്രീ VPP മുസ്തഫ, ഇനിയും ഈ ജോയ്ക്കുട്ടിയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്, അങ്ങിലേക്ക് വരാം. ശ്രീ VPP മുസ്തഫ, നേരത്തെ ശ്രീ ജോയ്ക്കുട്ടി പറഞ്ഞ കാര്യം, മകൻ്റെ മരണശേഷം പാർട്ടിക്ക് പരാതി നൽകി, സർക്കാരിൽ പരാതി നൽകി, ഒരു പരാതികളും എവിടെയും പരിഗണിക്കപ്പെട്ടിട്ടില്ല, ഒരു മറുപടി പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങേക്ക് അതിന് എപ്പോൾ മറുപടി നൽകാം? എന്തുറപ്പ് നൽകാൻ പറ്റും ഈ പിതാവിന്? ഞാൻ കാസർഗോഡ് ജില്ലയിലാണ് ജീവിക്കുന്നത്. ഇത് അപ്പുറത്തുണ്ടായിട്ടുള്ള ഒരു ജില്ലയിലെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടുത്തെ സഹാക്കളുമായി ബന്ധപ്പെട്ട് ആ വിശദാംശം മനസ്സിലാക്കിയാലേ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത്, നിങ്ങൾ കാണിച്ചൊരു നെറികേട് അങ്ങനെ തന്നെ ഉപയോഗിക്കേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. കാരണം ഒരു വിഷയം പറയുമ്പോൾ നമ്മൾ CPM പ്രതിനിധി ഞങ്ങൾ വിളിച്ചു വരുത്തുന്നത് എന്തിനാണ്? സർക്കാരിൻ്റെ കൂടി കാര്യങ്ങൾ പറയാനല്ലേ. നിങ്ങൾ ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ വിഷയം ശേഖരിക്കുമായിരുന്നു, വിശദാംശം ശേഖരിക്കുമായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എന്താണ് അതിൽ സംഭവിച്ചത്? പക്ഷേ ഞാൻ അടിവരയിട്ട് പറയുന്നു, നമ്മുടെ കൂടെ മകൻ നഷ്ടപ്പെട്ട ഒരു അച്ഛനാണുള്ളത്. ആ അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ വെറുതെ ഒരു ഔപചാരികതക്കൊന്നും വേണ്ടി പറയുന്നതല്ല. നേരത്തെ ജോർജ് പടിപ്പാറ പറഞ്ഞതുപോലെ പ്രത്യയശാസ്ത്രം ഞങ്ങളെ അന്ധരാക്കുകയല്ല ചെയ്തത്. ഈ പ്രത്യയശാസ്ത്രമാണ്, മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ്, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമാണ് ഞങ്ങളെയൊക്കെ മാനവികതാവാദികളാക്കി മാറ്റിയത്. ഞങ്ങളെയൊക്കെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും എല്ലാം വലിയ ആദർശവാദികളാക്കി മാറ്റിയത്. അതിൽ ഉറച്ചു നിന്ന് തന്നെയാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അതിൻ്റെ വിശദാംശങ്ങൾ തരണമെങ്കിൽ നിങ്ങൾ നല്ല നിലയിൽ ചർച്ച നടത്താനായിരുന്നുവെങ്കിൽ അത് പറയുമായിരുന്നു. അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് മറ്റ് വിശദാംശം പറയാൻ വേണ്ടി കഴിയില്ല. തീർച്ചയായിട്ടും അവിടുത്തെ പാർട്ടി അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കും. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി നിൽക്കുന്നവരല്ലല്ലോ. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് ഈ നേരത്തെ പാർട്ടി പുറത്താക്കിയെന്ന് പറഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭൗതികദേഹത്തിൽ പാർട്ടി പതാകയ്ക്ക് പുതപ്പിച്ചിരുന്നു എന്നാണ്. അങ്ങനെ ഒരു സംഭവമാണെങ്കിൽ, അത്രയും പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണെങ്കിൽ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു ദാരുണ മരണമാണെങ്കിൽ അവിടുത്തെ പാർട്ടി അത് ഏറ്റെടുക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന ശൈലി അറിയുന്ന ആളുകൾ എന്നുള്ള നിലയിൽ ആർക്കും ബോധ്യമുള്ള കാര്യമല്ലേ അത്. അതുകൊണ്ട് അവരുടെ കൂടെ ആ പാർട്ടി ഉണ്ടാകും, ആ കാര്യങ്ങളുടെ പിറകെ പോകും. തീർച്ചയായിട്ടും ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവരും അവിടുത്തെ പാർട്ടി സഹാക്കളും ഇത് കാണുന്നുണ്ടാകുമല്ലോ. അവരും അതിൽ വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കാം. അദ്ദേഹം പറഞ്ഞത് മകൻ മരിച്ചപ്പോൾ പാർട്ടി പതാക പുതച്ചിരുന്നു, അങ്ങനെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടൊക്കെയാണ് യാത്രയയപ്പ് നൽകിയത്. പക്ഷേ ഇപ്പോൾ ഈ വാർത്ത, ഈ പിതാവിൻ്റെ പ്രതികരണം വരുമ്പോൾ, ഈ മരണത്തെക്കുറിച്ചുള്ള പോലീസ് അട്രോസിറ്റിയെക്കുറിച്ചുള്ള പ്രതികരണം, ചർച്ചകളൊക്കെ വരുന്ന ഘട്ടത്തിൽ പാർട്ടി പറയുന്നു നേരത്തെ പുറത്താക്കിയ ആളാണെന്ന്. ഇപ്പോഴാണത് പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെ പറയാൻ കഴിയും എനിക്ക് അതിൻ്റെ വിശദാംശം? നിങ്ങൾ പറ. അദ്ദേഹം പറയുന്നത് ഏതോ ചാനൽ ചർച്ചയിൽ എന്തോ ഒരു മനോജ് പറഞ്ഞു എന്നാണ്. ഈ മനോജ് ആരാണെന്ന് എനിക്കിപ്പോൾ അറിയും. ശരി, ശ്രീ ജോയ്ക്കുട്ടി, ജില്ലയിലെ പാർട്ടി നേതാവാണോ അങ്ങയുടെ മകനുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പരാമർശം നടത്തിയത് ശ്രീ ജോയ്ക്കുട്ടി? അതെ, അയാളെ അടൂരിൻ്റെ ഏരിയയുടെ സെക്രട്ടറിയാണ് മനോജ് എന്ന് പറയുന്ന, അഡ്വക്കേറ്റ് മനോജ് എന്ന് പറയുന്ന പാർട്ടിയുടെ സെക്രട്ടറിയാണ്. ശരി. അപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട മുസ്തഫ സാറിനോട് ഒറ്റേ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അതിന് എനിക്ക് മറുപടി തരണം. കാരണം എന്ന് പറഞ്ഞാൽ, ഈ പാർട്ടിയിൽ നിന്ന് പുറത്ത് ഒരാളെ കളഞ്ഞു കഴിഞ്ഞാൽ, മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്ത് കളഞ്ഞു കഴിഞ്ഞാൽ, ആ ആൾ മരിക്കുമ്പോൾ നിങ്ങളുടെ പതാക എന്ന് വെച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ CPMൻ്റെ പതാക പുതപ്പിക്കാൻ നിയമമുണ്ടോ? അതെനിക്ക് മറുപടി തരണം. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലാതെ പറയണം. ഞാനും കുറച്ച് ചരിത്രം പഠിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ CPM പാർട്ടിയുടെ ചരിത്രങ്ങൾ കുറേയൊക്കെ വായിച്ച് പഠിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ആ ആൾ മരിക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ അതോ ഇല്ലയോ? വന്നിട്ട് കണ്ടിട്ട് വേണേ പോകാം. മുദ്രാവാക്യം വിളിക്കുവാനോ
ഇത് പുറപ്പിക്കാനോ അങ്ങനെയുള്ള വ്യവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതെന്ന് പറഞ്ഞു തരണം. അതാണ് എൻ്റെ മെയിനായിട്ട് ആവശ്യം. ശരി. ഒന്നത് 16 വയസ്സ് മുതൽ 29 വയസ്സ് വരെ ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ കളഞ്ഞ് മറ്റുള്ള പാർട്ടിക്കാർ പറയുന്ന ആ പാർട്ടിക്കാരെ വരെ ഈ ഗുണ്ടായിസപ്പടി ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നത്. അത് എങ്ങനെ പോട്ടെ, ഞാൻ പാർട്ടികളെ കുറ്റം പറയുമല്ല, ഒരു പാർട്ടിയെ ഞാൻ കുറ്റം പറയാൻ ഞാൻ തയ്യാറുമല്ല. പക്ഷേ എൻ്റെ മകൻ നഷ്ടപ്പെട്ടത് പോലീസിൽ നിന്ന് ഇടിയുണ്ട കൊണ്ടാണ്. അതിന് ഈ പാർട്ടിക്കാർ എൻ്റെ കൂടെ നിന്ന് എനിക്കൊരു സഹായം ചെയ്ത് തരേണ്ടതിന് ഞാൻ അനേക സ്ഥലങ്ങളിൽ ഞാൻ 4.5 വർഷം കൊണ്ട് ഞാൻ പോരാടിയാണ് അവസാനം ഹൈക്കോടതി പോയ കേസ് വരെ അവർ അവിടുന്ന് തള്ളിച്ചു, താമസിച്ചു വെച്ചിട്ട്. പിന്നെ അവസാനം അടൂർ ബഹുമാനപ്പെട്ട കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നിയമ പോരാട്ടം നടത്തി വേണം ഹൈക്കോടതി കേസ് ഫയൽ ചെയ്യാൻ ഈ പോലീസുകാരുടെ പേരിൽ. ഞാൻ പാർട്ടിക്കാരെ കുറ്റം പറയുന്നില്ല, ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും കുറ്റം പറയുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി ഉത്തരവിട്ട് കാണുമായിരിക്കും. പക്ഷേ ഇവിടുന്ന് താപ്പോട്ട് വന്നു കഴിഞ്ഞ് താഴോട്ട് നിന്ന് മേപ്പോട്ട് ചെല്ലുമ്പം ഇത് വെറും ഈസി. അപ്പം മുഖ്യമന്ത്രിക്ക് ഒന്ന് ചിന്തിക്കാം, ഈ 16 വയസ്സ് മുതൽ 29 വയസ്സ് വരെ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് വേണ്ടി ജീവിച്ചവനാണെന്ന് ഒരു കൊച്ചു ചെറുക്കനാണെന്ന് അത് അന്വേഷണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് അന്വേഷണം നടത്തണം. അത് നടത്തി അതിന് ഈ കുറ്റക്കാരെ വെളിച്ചത്ത് കൊണ്ടുവരണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി. VPP മുസ്തഫ. തീർച്ചയായിട്ടും സാധാരണഗതിയിൽ പാർട്ടിയിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നയാൾ എന്തെങ്കിലും പാർട്ടിയുടെ സംഘടനാപരമായ പ്രശ്നങ്ങൾ, അച്ചടക്ക ലംഘനങ്ങൾ ഉണ്ടായാൽ പാർട്ടി നടപടിയെടുക്കും. അങ്ങനെ നടപടിയെടുത്തയാൾ പിന്നെയും കുറച്ച് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ തെറ്റൊക്കെ തിരുത്തി പാർട്ടിയിൽ സജീവമായിട്ടുണ്ടെങ്കിൽ വീണ്ടും ചിലപ്പോൾ വളരെ സജീവമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു അത്യാഹിതം പെട്ടെന്ന് സംഭവിച്ചു പോയാൽ അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ പാർട്ടി പതാക വഹിപ്പിക്കും. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഇതൊക്കെ പറയണമെങ്കിൽ അത് സ്മൃതി ചെയ്യേണ്ടതായിരുന്നു, നിങ്ങൾ ചെയ്യേണ്ടതായിരുന്നു. ഈ വിഷയമുണ്ട്, ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്കിപ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് എനിക്ക് ഉത്തരം നൽകാൻ ഏതൊക്കെ വിഷയങ്ങളാണ് അതിൽ പഠിച്ചത്? ഇപ്പൊ പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട ഒരു 5-6 കേസുകളാണല്ലോ പുറത്തു വന്നത്. അതിൽ ഇത് വിട്ടുപോയതാണെങ്കിൽ ബാക്കി എന്തൊക്കെയാണ് അങ്ങ് കൃത്യമായി പരിശോധിച്ചു വന്നത്? ഞാൻ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ അങ്ങനെ ഈ പ്രോസിക്യൂഷനെ പോലെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വാഭാവികമായും സഭയിൽ വന്ന വിഷയമാണ്, സഭയിൽ വന്ന ചോദ്യങ്ങളാണ്, സഭയിൽ വന്ന ഉത്തരങ്ങളാണ്. അത് പോലീസ് അതിക്രമം എന്ന് പറയുമ്പോൾ അത് അതിൽ ഉൾപ്പെടില്ല എന്ന് അങ്ങ് ഇങ്ങനെ വിചാരിക്കുമെന്നുള്ളതാണ് ചോദ്യം. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ചുരുക്കി ഇപ്പോൾ സഭയിൽ മറുപടി പറഞ്ഞ ശേഷം സർക്കാരിനെ സംബന്ധിച്ച് അതിൽ വിശദീകരണം നൽകി കഴിഞ്ഞു എന്നുള്ള നിലപാടാണ്. നിങ്ങൾ പക്ഷേ സഭയ്ക്ക് പുറത്ത് സത്യഗ്രഹം ഇരിക്കുന്നുണ്ട് 2 MLA മാർ. എന്താണ് നിങ്ങളുടെ ഭാവി തീരുമാനം? അല്ല, തീർച്ചയായിട്ടും പൊതുജനങ്ങളുടെ പ്രശ്നത്തെ അഡ്രസ് ചെയ്ത് സ്മൃതി കേൾക്കാവോ? അല്ല, അങ്ങനെയല്ല, വരാമെന്നല്ല എനിക്ക് പറയാനുണ്ട്, എനിക്ക് പറയാനുണ്ട്. അത് കേട്ടിട്ടേ പോകാൻ പാടുള്ളൂ. എനിക്ക് തന്ന ടൈം ഒന്ന് കഴിയട്ടെ. നിങ്ങൾക്ക് ഒത്തിരി സമയം കിട്ടിയില്ല മുസ്തഫ. നിങ്ങൾക്കൊരു സമയം തന്നു. അല്ല, എനിക്ക് തന്ന സമയം തീരാറായതുകൊണ്ട് എനിക്ക് 1 മിനിറ്റ് വേണം. അല്ല, ഞാൻ പറയാനുള്ള പറഞ്ഞു തീർക്കട്ടെ. ക്ഷമ ചോദിക്കേണ്ടി വരുന്നു. എന്നോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഒരു സമയം തരണം. അല്ലല്ല, ഷാവക്കീലിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഷാവക്കീൽ പ്ലീസ്, നമ്മള് എല്ലാരും ചർച്ചയിൽ പങ്കെടുക്കുന്നവരാണല്ലോ. ഷാവക്കീലിനോട് ഞാൻ വേറൊന്നും പറയുന്നില്ല. 5 പേർ, അല്ലല്ല 5 പേർ. ഷാവക്കീൽ, നമ്മളെന്ന് പറഞ്ഞാൽ ഇതിപ്പോ വാദിച്ച് ജയിക്കാനോ തോപ്പിക്കാനോ ഒന്നും അല്ലല്ലോ. നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞു, നമ്മളൊരു ജനാധിപത്യ മര്യാദയ്ക്ക് വേണ്ടിയിട്ടല്ലേ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ 5 പേർ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം സമയമെടുത്ത് നടത്തി. എനിക്ക് തന്ന സമയം എന്താ? അതിൽ തന്നെ സ്മൃതി നടത്തിയ ഇടപെടലെന്ന ഒരു പാനലിസ്റ്റ് എന്നുള്ള നിലയിൽ ഇങ്ങനെയാണോ ഷായോട് പെരുമാറിയാൽ സഹിക്കുക? ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ. ഇതുപോലെ ആളെ വിളിച്ചു വരുത്തി ഷായും നമ്മളൊന്നും ഇവരുടെ റിപ്പോർട്ടറിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് കൂലിക്ക് വേണ്ടിയിട്ടല്ലല്ലോ വന്നിരിക്കുന്നത്. നമ്മുടെ പാർട്ടി നിയോഗിച്ചിട്ടല്ലേ വന്നിരിക്കുന്നത്. ഇങ്ങനെ ആളുകളെ വിളിച്ച് നാണം കെടുത്താൻ പാടുണ്ടോ? ഇതുപോലെ അപമാനിക്കാൻ പാടുണ്ടോ? അത് ഈ സ്മൃതി ചെയ്തത് ശരിയാണ് എന്ന് ഷായ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചർച്ച തുടരാം. ഞാൻ അവസാനിപ്പിക്കുന്നു. എന്ത് അപമാനമാണ് അങ്ങേക്ക് വ്യക്തിപരമായി അനുഭവപ്പെട്ടത്?
അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടിക്കും അങ്ങയുടെ അല്ല, സർക്കാരും അപമാനം നേരിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് സർക്കാരിന്റെ ഒരു- പ്രവർത്തനങ്ങൾ കൊണ്ടാകും ശ്രീ വി പി മുസ്തഫ. സ്മൃതി ഞാൻ പറയട്ടെ. സ്മൃതി ഞാൻ പറയാം. അല്ല ഞാൻ പറഞ്ഞോട്ടെ സ്മൃതി ഞാൻ പറയാം ഞാൻ പറയല്ലോ ഒന്ന് ഈ പാനൽ നോക്കൂ. നിങ്ങൾ പാനലിൽ ശ്രീ ജോയലിന്റെ അച്ഛനെ ഞാൻ മാറ്റി നിർത്തിയാണ്, ജോയ്ക്കുട്ടിയെ ഞാൻ മാറ്റി നിർത്തുകയാണ്. 4 പേർ കൃത്യമായിട്ട് ഒരേ പാറ്റേണിൽ സംസാരിക്കുന്നവർ. അവർക്കെല്ലാം മറുപടിയും വിശദീകരണം തരാനല്ല ഞാനുള്ളത്. അപ്പം നിങ്ങൾ ആ 4 പേർക്ക് കൊടുത്ത സമയത്തിന് അവർ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാനുള്ള സമയം എനിക്ക് തന്നോ? ഇപ്പം നിങ്ങൾ ചെയ്തത് എന്താ? അവർക്ക് ജോർജ് പൊടിപ്പാറയ്ക്ക് എത്ര കൃത്യമായിട്ട് നിങ്ങൾ ഒരു തടസ്സം ഉണ്ടാക്കിയിട്ടില്ല. ഒരു ഇടച്ചോദ്യം പോലും സ്മൃതി ജോർജ് പൊടിപ്പാറയുടെ പ്രസംഗത്തിൽ നടത്തിയിട്ടില്ല. അദ്ദേഹം നടത്തിയ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് സമയം തന്നു. നിങ്ങൾ ആകെ ഈ ജോയ്ക്കുട്ടിയുടെ കാര്യത്തിന് മാത്രം മറുപടി പറയാനല്ല ഇപ്പം എനിക്കൊരു 1.5 മിനിറ്റ് തന്നത്. 1.5 മിനിറ്റ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ ഇടവേളയ്ക്ക് പോയി. നിങ്ങൾ ആദ്യത്തെ റൗണ്ടിൽ ചെയ്തതെന്താ? എനിക്ക് തന്ന സമയത്രയാ? അവിടെ നിങ്ങൾ നടത്തിയ ഇടപെടൽ എങ്ങനെയായിരുന്നു? ഈ പറഞ്ഞതിനൊന്നും മറുപടി പറയാൻ സമയം തന്നോ? എന്നിട്ട് പിന്നെ എന്ത് നീതികേടാ കാണിച്ചെന്ന് എന്താ എങ്ങനെ അപമാനിച്ചു? ഇത് തന്നെയല്ലേ അപമാനിക്കൽ? ഒരു പാർട്ടിയെ മോശമാക്കലല്ലേ ഇത്? ഇതൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണോ? 2 രാഷ്ട്രീയ നിരീക്ഷകർ വരുന്നു. ആ രാഷ്ട്രീയ നിരീക്ഷകർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരുപോലെ വിമർശിക്കുന്ന 2 രാഷ്ട്രീയ നിരീക്ഷകരാണ്. 2 രാഷ്ട്രീയ നിരീക്ഷകർ അല്ലല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിമർശിക്കുന്ന 2 രാഷ്ട്രീയ നിരീക്ഷകരാണ് വന്നിരിക്കുന്നത്. അല്ലല്ല, ഇത് ഈ വിഷയത്തിൽ മറ്റൊരു അഭിപ്രായമില്ലാത്ത എന്തുകൊണ്ടാണ് നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിച്ചാൽ മതി ശ്രീ വി പി മുസ്തഫ. ശ്രീ മുഹമ്മദ് ഷാ ഒന്ന് വേഗം അവസാനിപ്പിച്ചാൽ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. ഞാൻ വി പി മുസ്തഫ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. അല്ല ഞാൻ പറയട്ടെ, ഇനി ഞാൻ പറയട്ടെ. അതെ ഞാൻ പറയട്ടെ, തുറന്ന് മുസ്തഫ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് പറയട്ടെ. കഴിഞ്ഞല്ലോ, നിങ്ങൾ ശ്രമാപനം നടത്തിയ സമയം തന്നില്ലേ? ഞാൻ പറയട്ടെ, വി പി മുസ്തഫ ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. നിങ്ങളുടെ ഒരു പാർട്ടി സഖാവായിരുന്ന ആളെ പോലീസുകാരിൽ ഒരു ഗുണ്ടായിസം കാണിക്കുന്നവരെ ആക്രമിച്ച് കൊന്നു എന്ന് നമ്മൾ വാർത്ത കുറച്ച് ദിവസം മുമ്പ് കേട്ടതാണല്ലോ. ഇന്ന് സ്മൃതി പറഞ്ഞപ്പോൾ കേട്ടതല്ലോ. ആ കേട്ടതിന് മുഖ്യമന്ത്രി ഒരു മറുപടി പറഞ്ഞിരിക്കുന്നു, അത് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു പറഞ്ഞിരിക്കുന്നു. ഞാനാണ്, എൻ്റെ പാർട്ടിക്കാരനാണ്, എൻ്റെ ഗവൺമെൻറ്റാണ് ഇത് ചെയ്തതെങ്കിൽ ആരും പറയാതെ തന്നെ ഞാനിത് അന്വേഷിക്കും, ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത്. അത് അന്വേഷിക്കുക എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ്റെ ഉത്തരവാദിത്വമല്ലേ? നമ്മൾ അന്വേഷിക്കണം അത്തരം കാര്യങ്ങൾ. ഞാൻ പാർട്ടി സഖാക്കളോട് ഒന്ന് പറയുകയാണ്, നിങ്ങളുടെ പ്രത്യയശാസ്ത്രമൊന്നുമല്ല ഈ സ്റ്റേറ്റ് ഭരിക്കുന്നത്. ഈ സ്റ്റേറ്റ് ഭരിക്കുന്നത് ഗുണ്ടാ രാഷ്ട്രീയമാണ്. ഈ സ്റ്റേറ്റ് ഭരിക്കുന്ന പോലീസിലെ ഗുണ്ടകളാണ്. ഈ സ്റ്റേറ്റ് ഭരിക്കുന്നത് ഇവിടുത്തെ കോർപ്പറേറ്റുകളാണ്. നിങ്ങൾ വോട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള ജോലി മാത്രമേ നിങ്ങൾക്കുള്ളൂ. അത് ചെയ്തു തീർത്താൽ നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്നത് നിങ്ങളുടെ സഖാക്കളുടെ അന്ത്യമാണ്. അന്ത്യം വന്നാൽ തല്ലിക്കൊന്നിട്ട് നിങ്ങൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും. അതാണ് സംഭവിച്ചിരിക്കുന്നത്. തിരിച്ചറിയണമെന്ന് മാത്രമേ ഞാൻ പറയൂ. സമയക്കുറവാണ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി ശ്രീ കെ ജോയ്ക്കുട്ടി, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഡോക്ടർ വി പി മുസ്തഫ, ദാമോദർ പ്രസാദ്, ജോർജ് പൊടിപ്പാറ ചർച്ചയിൽ പങ്കെടുത്തതിന്.